ഹായ് ഗൈസ്, വെൽക്കം ടു ഫിൻവേഴ്സ് ക്ലാസ്സസ്. നമ്മുടെ ഫിൻ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് എക്സാം കഴിഞ്ഞു, ബയോളജി കഴിഞ്ഞു, ഇന്ന് ഫിസിക്സ് എക്സാം ആയിരുന്നു. ഫിസിക്സ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഭവം അത്യാവശ്യം പഠിക്കുന്ന, അതായത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പേപ്പറൊന്നുമല്ല. മാത്രമല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേപ്പറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടാവും. പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു, ലോകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ അതായത് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാം അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അത് നിങ്ങൾ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ചെയ്തത് കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിപ്പോരുക. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നിങ്ങനെ വിശകലനം ചെയ്ത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ്: ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 7, ഈച്ച് ക്യാരീസ് 1 സ്കോർ. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ 7 ക്വസ്റ്റ്യൻസിൽ 1 മുതൽ 7 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം. ഓക്കെ അല്ലേ? 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ പബ്ലിക് എക്സാമിന് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി? കുറച്ച് ക്വാണ്ടിറ്റീസ് നിൽക്കുന്നത്, ഇതിൽ ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്ന ക്വസ്റ്റ്യൻ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഡൈപോൾമെന്റ്. ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ് ഇതിൽ സ്കാലാർ ക്വാണ്ടിറ്റി? നമുക്കറിയാം ഫോഴ്സ് ഒരിക്കലും സ്കാലാർ അല്ല, വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും നമ്മൾ പഠിച്ചാണ്, വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻ ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് എന്തല്ല, വെക്ടർ അല്ല. ഫ്ലക്സ് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ പഠിച്ചല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമലായിട്ട് പാസ് ചെയ്ത് പോകുന്നു എന്നതിൻ്റെ നമ്പറാണ്. നമ്പർ സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഇത് സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾമെന്റ് എന്താണ്? വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഡയറക്ഷൻ ഇല്ലാത്ത സ്കാലാർ ക്വാണ്ടിറ്റി ഏതാണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്: ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 1 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം എ ചാർജ് 1 മൈക്രോ കൂളോം ഇൻ വാക്വം ഈസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു പ്രോബ്ലം ആണ്, പക്ഷേ ഡയറക്റ്റ് പ്രോബ്ലം ആണ്. എങ്ങനെ ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാ? 1 മൈക്രോ കൂളോം ചാർജിൽ നിന്നും 1 മീറ്റർ ദൂരമുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതെങ്ങനെ കാണാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോയിന്റ് ചാർജ് ആരുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പഠിച്ചിട്ടുണ്ട്. E=1/4πε0 പഠിച്ചിട്ടില്ലേ? Q/r² പഠിച്ചിട്ടുണ്ട് അല്ലെ? വാക്വം ആയതുകൊണ്ടാണ് ε0 കൊടുത്തത്. E=1/4πε0ന്റെ വാല്യൂ എത്ര? 9 × 10⁻⁹ ഇൻറ്റു ചാർജ് എത്ര പറഞ്ഞത്? 1 മൈക്രോ കൂളോം. 1 ഇൻറ്റു മൈക്രോ എന്ന എത്രയാ? 10⁻�6 അല്ലെ? ബൈ 6 ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് സ്ക്വയർ എത്ര? ഡിസ്റ്റൻസ് ആണ് 1 അല്ലേ? 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ എന്താ വരിക? E=9 × 10⁻⁹ ഇൻറ്റു 10⁻⁻6 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 × 10⁻⁹ 9 -6 എത്രയാ? 3. 9 - 6 3. അപ്പൊ 9 × 10⁻³ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ കൂളം. അതൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക? 9 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. റെഡിയാണല്ലോ? അടുത്തത്: ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഏതാ? പഠിച്ചു വെക്കണം. യൂണിറ്റ് ഓം മീറ്റർ ആണ്. അത് തന്നെ ആയിരിക്കും എല്ലാവരും എഴുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഓം എഴുതുന്നതിന് പകരം എങ്ങനെയും എഴുതാം. എങ്ങനെ എഴുതാം? ഓം ഇങ്ങനെ എഴുതിയിട്ട് ഓം മീറ്റർ അങ്ങനെയും എഴുതാം കേട്ടോ. ഓം മീറ്റർ എന്ന് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ. അതെങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് അറിയാലോ. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. R = ρL/A. റോ ആണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ റോ ഈക്വൽ ടു എന്താ വരിക? റോ ഈക്വൽ ടു എ അങ്ങോട്ട് പോകും, RA/L എന്ന് വരും. ഓക്കെ, എന്താ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. ഏരിയന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ഇതിലൊരു മീറ്ററും മീറ്റർ സ്ക്വയർ മീറ്ററും കട്ടാവും. അപ്പൊ എന്താ വരിക? ഓം മീറ്റർ. ദിസ് ഈസ് ദ ഓം മീറ്റർ. ദിസ് ഈസ് ദ യൂണിറ്റ് ഓം മീറ്റർ. ഇതാണ് യൂണിറ്റ് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ക്ലിയർ ആണല്ലോ? ഇതാണ് എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്? സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ? 4 ഓപ്ഷനാണുള്ളത്. കാർബൺ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? കോപ്പർ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ജെർമേനിയം ഉണ്ട്, മാംഗനീൻ ഉണ്ട്. ഏതാ? മാംഗനീൻ. പഠിച്ചോക്കണം. മാംഗനീൻ പഠിച്ചോക്കണം. ഇതാണ് എന്തുണ്ടാക്കാൻ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മാംഗനീൻ ആണ്. ഓർത്ത് വെക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നോട്ടിലുള്ള സംഭവമാണ്. പഠിക്കും.
അടുത്ത് ദ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ചാർജ് ഈസ് വെരി സിമ്പിൾ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ഭാഗമാണ് അല്ലേ. ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ഏതാ നിങ്ങൾക്കറിയാലോ. ഏതാ ഡിവൈസ് ഏതാ? കപ്പാസിറ്റർ. ഏതാണ്? കപ്പാസിറ്റർ. മനസ്സിലാക്കി വെക്കുക. അടുത്ത് നെക്സ്റ്റ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് കണ്ടക്ടർ ഈസ്. ഇതും സെക്കൻഡ് ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്. ഏതാ ടോപ്പിക്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റൻ, ഡയറക്റ്റ് ക്വസ്റ്റൻ. എന്താ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഉള്ളിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? നിങ്ങൾ പഠിച്ചതാണ് 0. അതായത് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇന്റീരിയറിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിന് കാരണമൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് an electric dipole is placed inside the closed surface, then the electric flux through the surface is. ഇത് ഒരു പ്രാവശ്യം എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ കൂടി ആട്ടോ. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട് വിചാരിച്ചോ, ഇതിൻ്റെ ഉള്ളൊരു ഡൈപോൾ ഉണ്ട്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് -q + q, ഇതിനിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഡൈപോൾ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുറത്തേക്കുള്ള അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാ? സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാ? അതായത് ഒരു ക്ലോസ്ഡ് സർഫസ്, സ്ഫിയർ ആവാം, ക്യൂബ് ആവാം, ക്ലോസ്ഡ് സർഫസ് ആണ്. അതിൻ്റെ ഉള്ളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് എത്രയാ? നിങ്ങൾക്കറിയാം ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് നമുക്ക് പറഞ്ഞു തന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ലോ ഉണ്ട്, ഗോസസ് ലോ. അപ്ലൈ ചെയ്താൽ മതി. φ = എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗോസസ് ലോ 1/ε0 ടൈംസ് q ആയിരിക്കും, അല്ലെങ്കിൽ q/ε0 ആയിരിക്കും. q എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ്. ഈ ക്ലോസ്ഡ് സർഫസിന് ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് എത്ര? ഡൈപോൾ അല്ലേ? ഡൈപോൾ പറഞ്ഞാൽ -q + q അല്ലേ. അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയാ? -q + q. ടോട്ടൽ ചാർജ് എത്രയാ? -q + q ആഡ് ചെയ്ത് എത്രയാ? 0. അപ്പോൾ എന്താ വരിക? 1/ε0 ഇൻറ്റു ഉള്ളിലത്തെ ടോട്ടൽ ചാർജ് -q + q എന്ന് പറഞ്ഞാൽ രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 0. അപ്പോൾ ഇൻറ്റു 0. അപ്പോൾ എന്താ വരിക? 1/ε0 ഇൻറ്റു 0. ആൻസർ ആയിരിക്കും എത്രയാ? 0. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 7 ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും 5 എഴുതേണ്ട 5 എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പാർട്ട് എന്താ? ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 14. 8ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 14ാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി? 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം കിട്ടും. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താ? മാച്ച് ദ ഫോളോയിങ് ആണ്. യൂണിറ്റും ഫിസിക്കൽ ക്വാണ്ടിറ്റിയും വെച്ചുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. ഡൈപോൾ മൊമെന്റ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, 2aq. അപ്പോൾ യൂണിറ്റ് എന്താ? 2a എന്ന് പറഞ്ഞാൽ ഡൈപോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്ററും ചാർജിൻ്റെ ക്യൂവിൻ്റെ യൂണിറ്റ് കൂളോം, മീറ്റർ കൂളോം അല്ലെങ്കിൽ കൂളോമീറ്റർ ഏതാ? എ. അപ്പം നേരെ എവിടേക്കാ പോകേണ്ടത്? എവിടേക്കാ പോകേണ്ടത്? 3ക്ക്. 3ക്കാ വേണ്ടത് കൂളോമീറ്റർ. അടുത്ത ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് ന്യൂട്ടൺ പെർ കൂളോം, പിന്നെ ഒന്ന് വോൾട്ട് പെർ മീറ്ററും. അല്ലെ ഏതാ? ന്യൂട്ടൺ പെർ കൂളോ ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ബിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ നേരെ തന്നെയാണ് വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ബിക്ക് ഏതാണ്? 2. നെക്സ്റ്റ് പെർമിറ്റിവിറ്റി ഏതാ? എപ്സിലോൺ പഠിച്ചിട്ടുണ്ട്. അത് എഴുതുന്നുണ്ടാക്കിയാൽ മതി. F = 1/4πε q1 q2/r². അതിൽ നിന്ന് ε0 അങ്ങോട്ട് കൊണ്ടുപോവാ, ഫോഴ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ കിട്ടും നിങ്ങൾക്ക് കൂളോം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സി ഏതാണ്? 4 ആണ് വരിക. 4. അപ്പോൾ പിന്നെ ഡി ഇലക്ട്രിക് ഫ്ലക്സ് ഏതായിരിക്കും വരിക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം E.ds എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ E.d എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. അപ്പോൾ വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്ന് വരും. അങ്ങനെ വോൾട്ട് മീറ്ററാണ് വരിക. അത് പിന്നെ ലാസ്റ്റ് അതേ വരുള്ളല്ലോ. ഡി ഇലക്ട്രിക് ഫ്ലക്സ് ഏതാ? വോൾട്ട് മീറ്റർ. ഇലക്ട്രിക് ഫ്ലക്സ് 1. ഇതാണ് വരിക. റെഡിയാണോ എല്ലാവർക്കും? ക്ലിയർ ആണ് വിചാരിക്കും. നെക്സ്റ്റ് അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇലക്ട്രോൺസ് ഡു പാസ് ത്രൂ എ ലാമ്പ് ഇൻ 1 minute ഇഫ് ദ കറണ്ട് ഈസ് 300 mA? കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻ. ഒരു ലാമ്പിലൂടെ 1 minute എത്ര കറണ്ടാണ് പാസ് ചെയ്യുന്നത്? 300 mA കറണ്ട് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് പാസ് ആവണം? സിമ്പിൾ. എങ്ങനെ ചെയ്യാം നോക്ക്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ I = Q/T. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഉണ്ട്. ചാർജ് നേരിട്ട് തന്നിട്ടില്ല. നമ്മളോട് ചോദിച്ചത് എത്ര ഇലക്ട്രോൺസാ പാസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം ചാർജിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ ടേമിൽ എഴുതാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നത് Q = +or - Ne. അപ്പോൾ Qക്ക് പകരം Ne എന്നിട്ട് കൊടുക്കുക. അപ്പോൾ I = Qക്ക് പകരം Ne/T എന്നിട്ട് കൊടുക്കുക അല്ലെ. Qക്ക് പകരം Ne/T ഉണ്ട്. അപ്പോൾ എന്താ കിട്ടുക? Ne = T അങ്ങോട്ട് പോട്ടെ, IT by അല്ലെ T അങ്ങോട്ട് പോകുന്നു, IT/E എന്ന് വരും. അപ്പം എന്താ ആൻസർ വരിക? കറണ്ട് എത്രയാണ് പറഞ്ഞത്? 300 മില്ലി ആട്ടോ, മില്ലി ആംപിയർ. മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ ഇൻറ്റു ടൈം എത്രയാണ് പറഞ്ഞത്? 1 minute. 1 minute ആണ് എത്ര സെക്കൻഡാ?
ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് ആണ് എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് ആണ്. അപ്പോൾ 60 ബൈ ഇന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ 1.6 × 10⁻⁻19. ഇത് അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. ഞാൻ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. 1.125 × 10⁻20 എന്നാണ് വരിക. ഇത്രയും ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്യണം എന്നാണ്. ഇത്ര ഇലക്ട്രോൺസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ ആൾറെഡി ക്വസ്റ്റ്യനിലൊന്ന് സോൾവ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് എടുത്ത് എഴുതിയെന്നുള്ളൂ. അത് ചെയ്യുന്നതല്ല, അത് കാൽക്കുലേറ്റർ അടിച്ചാലും മതി. പക്ഷേ മനസ്സിലാക്കുക, അത് കറക്റ്റ് ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. 1.125 × 10⁻20 അത്രയും ഇലക്ട്രോൺസ് ആണ് വരിക. അടുത്ത നെക്സ്റ്റ് എ വയർ ഓഫ് ലെങ്ത് L ഹാസ് റെസിസ്റ്റൻസ് R. This wire is stretched to twice its original length. Find the new resistance. Okay, current electricity എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി എങ്ങനെ ചെയ്യാം. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു വയർ ഉണ്ട്. ഓക്കെ, ഒരു വയർ ഉണ്ട്. ഈ വയറിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഈ വയറിൻ്റെ ലെങ്ത് എല്ലാണ്, റെസിസ്റ്റൻസ് ആറാണ്, ലെങ്ത് എല്ലാം വിചാരിച്ചു. ഈ വയറിൻ്റെ ലെങ്ത് ഡബിൾ ആക്കി. എടാ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെങ്ത് ഡബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. ശരിയല്ലടാ? ഞാനൊരു വയറിനെ പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ ഏരിയ കുറയും. ഓക്കെ അല്ലേ? ആ ഐഡിയ നിങ്ങളെ മനസ്സിൽ വേണം. എപ്പോഴും ഓർത്ത് വെക്കുക, ലെങ്ത് ഇങ്ങനെ വലിച്ച് ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ എന്താവും? പകുതിയാവും. അത് മനസ്സിൽ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്താലും മതി. എപ്പോഴും നോക്കുക, ഈ വയറിനെ പിടിച്ച് ഇങ്ങനെ ലെങ്ത് കൂടുക. ലെങ്ത് കൂട്ടുമ്പോൾ ലെങ്ത് മാറും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറും. പക്ഷെ വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിൻ്റെ അതേ വോളിയം ഇതിനുണ്ടാവും. കാരണം ഇതിൻ്റെ ലെങ്ത് കൂടുമ്പോൾ അതിനനുസരിച്ച് ഏരിയ കുറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അല്ലാതെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ρL/A ആണ്. അപ്പോൾ ലെങ്ത് ഡബിൾ ആകുന്നത് കൊണ്ട് റെസിസ്റ്റൻസ് ഡബിൾ ആകും. അപ്പോൾ 2R എന്ന് എഴുതി വെക്കരുത്. ക്ലിയർ ആണല്ലോ? ലെങ്ത് മാറും, അതിനനുസരിച്ച് ഏരിയ മാറും. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. എടാ അതിൻ്റെ ലെങ്ത് L. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് L1 കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് L1, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് L2, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 എന്ന് കൊടുക്കാം. രണ്ട് കേസിലും വോളിയം സെയിം ആയിരിക്കും. രണ്ട് റോഡിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വോളിയം V1 ഈക്വൽ ടു ഇവിടുത്തെ വോളിയം V2. വോളിയം എങ്ങനെ കാണുക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെങ്ത് ഉണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റത്തെ വോളിയം എന്താ വരിക? A1 × L1 ഈക്വൽ ടു ഇവിടുത്തെ വോളിയം എന്താ വരിക? A2 × L2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏരിയ, ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് A എന്ന് എടുക്കാമെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഏരിയ A എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഏരിയ A എന്ന് കൊടുത്തു. ഇതിൻ്റെ ലെങ്ത് L കൊടുത്തു. റെഡിയാണല്ലോ? ഇതിൻ്റെ ഏരിയ നമുക്കറിയില്ല. അത് A2 എന്ന് കൊടുത്തു. ലെങ്ത് നമുക്കറിയാം. ലെങ്ത് ഇതിനെ ഡബിൾ ആക്കിയതാണ്. അപ്പോൾ ഇത് L കൊടുക്കുകയാണെങ്കിൽ ഇത് L കൊടുത്തപ്പോൾ എത്ര കൊടുക്കണം? 2L കൊടുക്കണം. ആരൊക്കെ കട്ട് ചെയ്യാം? ഈ L കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് A2 എന്താ വരിക? ഇതിൻ്റെ ഏരിയ എന്താ വരിക? A2 എന്താ വരിക? ഈ 2 താഴത്തേക്ക് വരും, A/2 എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് L, ഇതിൻ്റെ ഏരിയ Aയും ആണ്. ഇതിൻ്റെ ലെങ്ത് ഡബിൾ ആക്കി, 2L ആക്കി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിട്ടുണ്ട്? പകുതി ആയിട്ടുണ്ട്. അതാണ് ഞാൻ നേരിട്ട് പറഞ്ഞത്. ഒരു വയർ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് ലെങ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതി ആവും. ഓക്കെ അല്ലേ? അത് വേണം. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? ലെങ്ത് L ഉം A യും ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ബേസിക് ഇക്വേഷൻ അറിയാം. R = ρL/A ആണ്. ഈ കേസിൽ റെസിസ്റ്റൻസ് അതാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താ വരിക? ഇവിടുത്തെ റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ R' എന്ന് കൊടുക്കാം. പുതിയ റെസിസ്റ്റൻസ് എന്താ വരിക? റോ അതേപോലെ അല്ലെ? റോ അതേപോലെ. ലെങ്ത് എത്ര? ഇവിടെ 2L ബൈ ഏരിയ എത്ര? ഇവിടെ ഏരിയ എത്രയാ? A/2 അല്ലെ? ഈ 2 മോൾക്ക് വരൂലേ? അപ്പം എന്താ വരിക? R' = 2 മോൾക്ക് വരുമ്പോൾ ഇവിടെ ആൾറെഡി 2 ഉണ്ട്. ഈ 2 മോൾക്ക് വരുമ്പോൾ 2 × 2 എത്രയാവും? 4 ആവും. 4 ρL/A എന്നാവും. അപ്പം എന്താവുക? 4 × R' എന്താ വരിക? 4 × ρL/A എന്ന് പറഞ്ഞാൽ എന്താ? R അല്ലേ? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ 4R എന്ന് വരും. ഇതാണ് ആൻസർ. അല്ലെങ്കിൽ 4 ടൈംസ് ഇൻക്രീസസ് എന്നോ 4 ടൈംസ് എന്നൊക്കെ എഴുതി വെച്ചാലും മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 മാർക്കിലാണ് നിങ്ങൾ ഇത് ഓർത്താലും മതി. ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാവും. ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ആൻസർ എന്താ വേണ്ടത്? 4 ടൈംസ് ആണ് വരേണ്ടത്. ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ചാർജ് Q is placed inside the cube at its center. Find the electric flux through a face of the cube. എടാ ഒരു ക്യൂബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഉണ്ട്. ഏതാ ചാർജ്? Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്.
ഓക്കെ അല്ലേ? ഏതാ ചാർജ്? ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒരു ക്യൂബിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന്റെ ഒരു ഫേസ് കൂടെ പോകുന്ന ഫ്ലക്സ് എത്ര? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കും. ഇതാ ഒരു ക്യൂബ് ഉണ്ട് വിചാരിച്ചു, ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടൊരു ക്യൂബ് വരക്കാം. അതൊരു ക്യൂബാന്ന് വിചാരിച്ചു, ഇതൊരു ക്യൂബാട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, റഫ് ആയിട്ടൊരു ക്യൂബ് വരച്ചു. ഇതിൻ്റെ ഉള്ളിൽ സെൻട്രലായിട്ടൊരു ചാർജ് ഉണ്ട് ക്യൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് കാരണം ആ ഒരു ക്യൂബിന്റെ ടോട്ടൽ സർഫസ് കൂടെ ഫ്ലെക്സ് ഉണ്ടാവും. ആ ഫ്ലെക്സ് കാണാനല്ല നമ്മളോട് ചോദിച്ചത്, ആ ക്യൂബിന്റെ ഒരു ഫേസ് കൂടെ ഉള്ള ഫ്ലെക്സ് എത്രയെന്ന ക്വസ്റ്റ്യൻ. ക്യൂബിന് എത്ര ഫേസ് ഉള്ളത്? എത്ര ഫേസ്? ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിന് എത്ര ഫേസ് ഉള്ളത്? ടോപ്പിലൊരു ഫേസ്, ബോട്ടത്തിലൊരു ഫേസ്, രണ്ട് സൈഡിലും ഓരോ ഫേസ്, ഫ്രണ്ടിലും ബാക്കിലും ഓരോ ഫേസ്. അങ്ങനെ 6 ഫേസ് ഉണ്ടാവും. എവിടെയൊക്കെ? ഫ്രണ്ടില്, ബാക്കില്, രണ്ട് സൈഡില്, പിന്നെ ടോപ്പിലും ബോട്ടത്തിലും. റെഡിയിൽ 6 ഫേസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഗോസസ് ലോ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? ക്ലോസ്ഡ് സർഫസ് കൂടെയുള്ള ഫ്ലക്സ് കാണാൻ പറയുമ്പോൾ അപ്പം നിങ്ങൾ മനസ്സിൽ വരണം ഗോസസ് ലോ. റെഡി അല്ലേ? അപ്പോൾ ഗോസസ് ലോ എന്ന് രണ്ടാമത്തെ ക്വസ്റ്റനായി വരുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് ഗോസസ് ലോ. റെഡി അല്ലേ? ഗോസസ് ലോ പ്രകാരം ടോട്ടൽ ഫ്ലക്സ് നമ്മൾ പഠിച്ചിരുന്നു. ഈ ക്ലോസ്ഡ് സർഫസിലൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സ് നമ്മൾ പഠിച്ചു, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചിട്ടുണ്ട്. എത്രയാ? ഫൈ ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എത്ര പഠിച്ചല്ലോ? ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇതല്ലേ ഗോസസ് ലോ പറയുന്നത്? ഉള്ളിലുള്ള ചാർജ് ബൈ എപ്സിലോൺ സീറോ, അല്ലെങ്കിൽ 1 ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ. എടാ ഇത് ടോട്ടൽ ഫ്ലക്സ് ആണ്. ഇതെല്ലാം നമ്മളോട് ചോദിച്ചത്. നമ്മളോട് ചോദിച്ചത് ക്യൂബിന്റെ ഒരു ഫേസ് കൂടെ പോകുന്ന മാത്രം ഫ്ലക്സ്. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. ടോട്ടൽ ഫ്ലക്സ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫേസ് കോഡിയും പോണതാണ് ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഒരു ഫേസ് കൂടെ പോണ അത്രയും നോക്കിയാൽ മതി, സിമ്പിൾ. നോക്കാം ടോട്ടൽ ഫ്ലക്സ് എന്താ? ക്യൂ ബൈ എപ്സിലോൺ സീറോ. എ ക്യൂബ് ഹാസ് എത്ര ഫേസ് ഉള്ളത്? 6 ഫേസസ്. നോക്കാം ടോട്ടൽ ഫ്ലക്സ് ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിന് 6 ഫേസ് ഉള്ളത്. 6 ഫേസ് കോഡിയും പോണതാണ് ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഒരു ഫേസ് കൂടെ പോണത് എത്ര? ഒരു ഫേസ് കൂടെ പോണ എത്ര? 1/6 ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഐഡിയ ക്ലിയർ ആണല്ലോ? ടോട്ടൽ ഫ്ലക്സ് ക്യൂ ബൈ എപ്സിലോൺ സീറോ. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിന് 6 ഫേസ് ഉണ്ട്. 6 ഫേസ് കൂടെ പോണത് ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഒരു ഫേസ് കൂടെ പോണ എത്ര? 1/6 ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പൊ എന്താ ആൻസർ വരിക? എന്താ നമ്മളോട് ചോദിച്ചത്? നമ്മൾ എഴുതി ടോട്ടൽ ഫ്ലക്സ് ക്യൂ ബൈ എപ്സിലോൺ സീറോ. എ ക്യൂബ് ഹാസ് 6 ഫേസസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഫ്ലക്സ് ത്രൂ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ 1 ഫേസ് അല്ലെങ്കിൽ എ ഫേസ്, ഒരു ഫേസ് കൂടെ ഫ്ലക്സ് എത്ര? 6 ഫേസ് കൂടെ പോണത് ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഒരു ഫേസ് കൂടെ എത്ര? 1/6 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ദിസ് ഈസ് ദ ആൻസർ. അങ്ങനെ എഴുതിയാൽ മതി. ഇനി എപ്സിലോൺ സീറോക്ക് വേണമെങ്കിൽ വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം. 8.85 ഇൻറ്റു 10⁻². അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാൽ തന്നെ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ at the points A and B are 3 volt and 8 volt. പൊട്ടൻഷ്യൽ നിൽക്കണ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ നിൽക്കണം എത്ര? 3 വോൾട്ടും 8 വോൾട്ടും. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് ദ ചാർജ് 2 മൈക്രോകൂളം. 2 മൈക്രോകൂളം എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. അതിനെ ബ്രിങ് ചെയ്യണം, അതിനെ കൊണ്ടുവരാനുള്ള വർക്കാണ്. എവിടുന്ന് അങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് ക്വസ്റ്റ്യൻ. അത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പറയുന്ന ചാപ്റ്ററിലെ തുടക്ക ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂ ഡെൽറ്റ വി, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നാണ് ഒരു ചാർജിനെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ വി ആണ്. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ക്യൂ ഡെൽറ്റ വി ആണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജാന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കണ്ടോ. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട വർക്ക് ക്യൂ ഡെൽറ്റ വി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ചാർജ്, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്താൽ എവിടുന്ന് എങ്ങോട്ടാ ചാർജിനെ കൊണ്ടുവരുന്നത്? എന്ന് ബിയിലേക്ക്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എഴുതണം? ബിയിലെ പൊട്ടൻഷ്യൽ മൈനസ് എയിലെ പൊട്ടൻഷ്യൽ എഴുതണം. എന്ന് ബിക്കാണ് ചാർജിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ബി കൊണ്ടുവരികയാണെങ്കിൽ വി ബി മൈനസ് വി എ, ബിന്ന് എക്കാണെങ്കിൽ വി എ മൈനസ് വി ബി, അങ്ങനെ വേണം കൊടുക്കാൻ. റെഡി അല്ലേ? ചാർജ് എത്ര? കൊണ്ടുവരുന്ന ചാർജ് എത്ര? 2 മൈക്രോകൂളം. 2 ഇൻറ്റു മൈക്രോക്ക് പകരം അല്ലേ 2 ഇൻറ്റു മൈക്രോക്ക് പകരം 10⁻⁻⁶. റെഡി അല്ലേ? ഇൻറ്റു വി ബി മൈനസ് വി എ. ബിയിലെ പൊട്ടൻഷ്യൽ എത്രയാ? 8 വോൾട്ട് മൈനസ് എയിലെ പൊട്ടൻഷ്യൽ എത്രയാ? 3 വോൾട്ട്. അപ്പം എത്ര വരിക? 2 ഇൻറ്റു 10⁻⁻⁶ ഇൻറ്റു 8 മൈനസ് 3 എത്രയാണ്? 5. അപ്പം എത്ര വരിക? വർക്ക് എത്ര വരിക? 5 ഇൻറ്റു 2 10.
10 × 10⁻⁶ വർക്കിന് യൂണിറ്റ് എന്താ ജൂൾ. ഇതാണ് വരിക. ഒന്നെങ്കിൽ ഇതിലെങ്ങനെ എഴുതാന്നറിയോ? ഇങ്ങനെ എഴുതിയാൽ തന്നെ ആൻസർ ആയിട്ടോ. അല്ലെങ്കിൽ ഇതിലെങ്ങനെ എഴുതാം? 10 മൈക്രോ ജൂൾ എന്ന് എഴുതാം. 10⁻⁶ എന്ന മൈക്രോ അല്ലേ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 10നെ 10⁻�6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁻⁻5 വരും. അത്രയും ജൂൾ. ഇങ്ങനെയും എഴുതാം. ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കി വെക്കണ്ടോ? ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് അടുത്ത എന്താ? ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ വരച്ച് പഠിച്ചതാ. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കുക എന്നതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചതാ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ട്രാവൽ ചെയ്യുന്ന പാത്ത് വരച്ചാൽ മതി, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിലുണ്ടോ അങ്ങനെ വരച്ചിരുന്നത്? പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരും. ഒരു പോസിറ്റീവ് ചാർജും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവും നെഗറ്റീവും അല്ലെ, ഇങ്ങനെയായിരുന്നു ഫിഗർ ഉണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വരക്കുമ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടാതെ വരക്കുക, ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ അല്ലേ? ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വരക്കുമ്പോൾ വൃത്തിയിൽ വരച്ചേക്കണം. എക്സാം നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഡയറക്ഷൻ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ചാർജ് നിന്ന് എവേ ആയിട്ടില്ല, ആരോ മാർക്കൊക്കെ പോസിറ്റീവ് ചാർജ് നിന്ന് ദൂരേക്കാണ് പോവുക. ശരിയല്ലേ? പോസിറ്റീവ് ചാർജ് ദൂരേക്കാണ് പോവുക. നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുക ആരോ മാർക്കൊക്കെ. ഇങ്ങനെയാണ് ഫിഗർ വരിക. പോസിറ്റീവും നെഗറ്റീവും ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കാൻ പറ്റും. അത് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കാം, ഞാൻ വരച്ച അത്ര വരക്കണം എന്നൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഗിവൺ ചാർജ് സിസ്റ്റം. ഒരു ഗിവൺ ചാർജ് സിസ്റ്റം, ഒരു ചാർജ് സിസ്റ്റം തന്നിക്കണ്. എത്ര ചാർജാണ്? 3 ചാർജ്, Q1, Q2, Q3. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാ, എല്ലാ സൈഡും സെയിം R R R. ഓക്കെ അല്ലേ? പോയിന്റുകൾ, വെർട്ടിസുകൾ പേര് നിൽക്കണേ എയും ബിയും സിയും. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എന്ത് കണ്ടെത്തണം? ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടെത്തണം. അതിന്റെ ഇക്വേഷൻ എഴുതാനാ പറഞ്ഞത്. ഡെറിവേഷൻ ഒന്നും ചോദിച്ചില്ല, ഇക്വേഷൻ എഴുതാനാ പറഞ്ഞ. സിമ്പിൾ. എടാ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. 2 ചാർജ് സിസ്റ്റം ആണെങ്കിൽ 2 ചാർജ് സിസ്റ്റം ആണ്. നോക്കാം, Q1 എന്ന് പറഞ്ഞ ചാർജും ഉണ്ട്, Q2 എന്ന് പറഞ്ഞ ചാർജും ഉണ്ട്. ഇവക്കിടയിലെ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവക്കിടയിൽ ഈ സിസ്റ്റത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Q1 എന്ന് പറഞ്ഞ ചാർജ്, Q2 എന്ന് പറഞ്ഞ ചാർജ്, ഇവക്കിടയിലെ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. U = 1/4πε0 Q1 Q2 R. R² എഴുതരുത്, R സ്ക്വയർ എഴുതരുത്. R സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ആവും കൂളംസ് ലോ. F = 1/4πε0 Q1 Q2 R സ്ക്വയർ. R സ്ക്വയർ അല്ല, പൊട്ടൻഷ്യൽ. 2 ചാർജും അവക്കിടയിലുള്ള ഡിസ്റ്റൻസും. അങ്ങനെയാണെങ്കിൽ 2 ചാർജ് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ 1/4πε0 Q1 Q2 R. എടാ അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ, എടാ ഈ 2 ചാർജ് വെച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ചാർജ് എടുക്കുക, ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇങ്ങനെ 2 ചാർജ് എടുക്കുക, ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇങ്ങനെ 2 ചാർജ് എടുക്കുക, ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ ആഡ് ചെയ്താൽ മതി. അപ്പൊ U = പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയൊക്കെ വരികയെന്നറിയോ? നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്ന U ആണ് കേട്ടോ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ. ഇവക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q1 Q2 എന്ന് പറഞ്ഞ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി U12 എന്ന് കൊടുക്കാം നമുക്ക്. U12 പ്ലസ് ഇതിനെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പിന്നെ ഏതാ 2ഉം 3ഉം തമ്മിൽ U23 പ്ലസ് പിന്നെ ഏതാ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി U13. ഇതിങ്ങനെ U എഴുതണമെന്നൊന്നുമില്ല, നേരിട്ട് ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പൊ U = എന്താ വരിക? U12 എന്താ 1/4πε0 Q1 അല്ലെ, ഇവക്കിടയിലുള്ളത് Q1 Q2 ഡിസ്റ്റൻസ് എത്ര? ഇവക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്ര? R പ്ലസ് U23 2ഉം 3 ഇവക്കിടയിൽ എന്താ വരിക? 1/4πε0 Q2 Q3 ഡിസ്റ്റൻസ് അഗൈൻ എത്രയാ? R. മറന്നാട് സ്ക്വയർ ചെയ്തിരുന്നു കേട്ടോ. പ്ലസ് പിന്നെ ഇവര് തമ്മിൽ ഏതാ? 1/4πε0 Q1 Q3 അഗൈൻ എന്താ? R. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാ ടേമിന്നും 1/4πε0 കോമൺ ആയി പുറത്തെടുക്കാം. R-നെ വേണമെങ്കിൽ പുറത്തെടുക്കാം. അതൊക്കെ ചെയ്യാം. ഇങ്ങനെ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. കോമൺ ആയി പുറത്തെടുത്താലും പ്രശ്നമില്ല. റെഡി ആണല്ലോ? ക്ലിയർ ആയി വിചാരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചേക്കണം. 2 ചാർജ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 R സ്ക്വയർ ചെയ്തരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്. അപ്പൊ 2 മാർക്ക് സെഷനും ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അടുത്തത് 3 മാർക്ക് വരുന്ന ഭാഗമാണ്. എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 21. 15ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 21 21ാമത്തെ ക്വസ്റ്റ്യൻ വരെ
6 മാർക്കുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എത്ര എഴുതിയാൽ മതി? 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. റെഡി അല്ലേ? ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഡെറിവേഷനിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസർ നിങ്ങൾ ചെയ്ത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ പോയിന്റുകൾ, കീ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്ന് മാത്രം നമ്മുടെ പരിപാടി. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എക്സാമിന് ഇപ്പോൾ നടന്ന ഫിൻ ടെസ്റ്റ് നിങ്ങൾ ഈ ഡെറിവേഷൻ ഒറ്റയടിക്ക് എഴുതി തീർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഡെറിവേഷൻ ആയിരുന്നു. ഡെറിവേഷനിലേക്ക് ഞാൻ കിടക്കുന്നില്ല, നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. എന്താ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ എന്താ കിട്ടേണ്ടത് ഡെറിവേഷനിൽ? C=ε0a/d. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ടൈം കളയുന്നില്ല. അതൊക്കെ നമ്മൾ നോട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാ. അപ്പോൾ ഈ ഡെറിവേഷൻ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എപ്സിലോൺ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ε0a/d. ഇതിന്റെ ഡെറിവേഷൻ എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ പേര് തന്നെ ഉണ്ട്. ഒരു സർഫസ് അതിലെല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. റെഡി അല്ലേ? ഇറ്റ് ഈസ് എ സർഫസ് ത്രൂ വിച്ച്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സർഫസ് ഓൺ വിച്ച് പൊട്ടൻഷ്യൽ ഹാസ് സെയിം വാല്യൂ അറ്റ് എവറി പോയിന്റ്. അത് നിങ്ങളെ ലാംഗ്വേജിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. മീനിങ് എന്ത് വന്നാൽ മതി? ഒരു സർഫസിൽ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അടുത്ത്, റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഒരു എക്സാമ്പിൾ എഴുതാനാ പറഞ്ഞത്. 2-3 എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നേതാ? ഇലക്ട്രിക് ഡൈപോൾ ഇല്ലേ? ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഡൈപോൾ -q+q, അതിന്റെ ഇക്വിറ്റോറിയൽ ലൈൻ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന പ്ലെയിൻ. ഇക്വിറ്റോറിയൽ ലൈനിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സർഫസ് എന്തിന് എക്സാമ്പിളാ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാ. പിന്നെയും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതാ പഠിച്ചുള്ളത്? ഒരു ചാർജ് സെന്ററിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫെറിക്കൽ സർഫസ് വിത്ത് ചാർജ് അറ്റ് ഇറ്റ് സെന്റർ. അതും എന്തിന് എക്സാമ്പിളാ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാ. പിന്നെ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാ. നിങ്ങൾ നോട്ടിലുണ്ട്, കംപ്ലീറ്റ് ഉണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത്, റൈറ്റ് എ പ്രോപ്പർട്ടി ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഒരു 3-4 പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഏത് 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുപോകാൻ വർക്കിന്റെ ആവശ്യമില്ല പഠിച്ചിട്ടുണ്ട്. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നും പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതി വെക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിഫൈൻ കറന്റ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് എ സ്കാലാർ ഓർ വെക്ടർ ക്വാണ്ടിറ്റി. എന്താ കറന്റ് ഡെൻസിറ്റി? പഠിച്ചിട്ടുണ്ടല്ലോ. കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? പഠിച്ചല്ലേ? അത് ഇങ്ങനെ എഴുതിയാൽ മതി. എന്താ എഴുതിയാൽ മതി? കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതിയാൽ തന്നെ മാർക്കായി. ഓക്കെ അല്ലേ? എന്താണ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. കറന്റ് ഡെൻസിറ്റിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, കറന്റ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ജെ ആണ്. ജെ എന്ന് പറഞ്ഞാൽ എന്താ? I/A ആണ്. കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, അങ്ങനെയൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടും. റെഡി ആണല്ലോ? ജെ ഇക്വേഷൻ കൂടി എഴുതി വെച്ചാൽ പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? ഇക്വേഷൻ ചോദിച്ചിട്ടൊന്നുമില്ല. J = I/A. ഓക്കെ അല്ലേ? ഇതാണ് ഇക്വേഷൻ. റെഡി ആണല്ലോ? ഇക്വേഷൻ അല്ല ചോദിച്ചത്, എന്താണെന്നാ ചോദിച്ചത്. അപ്പോൾ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതിയാലും മതി. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ സ്കാലാർ ഓർ വെക്ടർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഏരിയ എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോറി, കറണ്ട് ഡെൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കാരണം കറണ്ട് സ്കാലാറാണ്. ഏരിയ നമ്മൾ വെക്ടർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പഠിച്ചില്ലേ? ഏരിയന്റെ ഡയറക്ഷൻ എപ്പോഴും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏരിയ വെക്ടർ. അപ്പൊ കറണ്ട് സ്കാലാർ, ഏരിയ വെക്ടർ, അതുകൊണ്ട് കറണ്ട് ഡെൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഏതാണ്? വെക്ടറാണ്. ഓക്കെ അല്ലേ? അപ്പൊ കറണ്ട് ഡെൻസിറ്റി എന്താ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വെക്ടർ ആണെന്ന് എഴുതി വെക്കുക. പിന്നെ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതിയേക്കാം. യൂണിറ്റ് ഒക്കെ എന്താ വരിക? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എന്തായിരിക്കും യൂണിറ്റ് വരിക? അതും ചോദിച്ചില്ല കേട്ടോ. യൂണിറ്റ് എന്താ വരിക? കറണ്ടിന്റെ എന്താ? ആംബിയർ. ഏരിയന്റെ എന്താ? മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ബി ഉണ്ട്. എ 20 meter square copper wire has a current of 4 ampere flowing through it. Find out the current density. Okay. നമുക്ക് കറണ്ട് ഡെൻസിറ്റി കാണാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് ഡെൻസിറ്റി എങ്ങനെ? ജെ ആണ്, ഐ അല്ല, ജെ. കറണ്ട് ഡെൻസിറ്റി എങ്ങനെ? J = I/A. കറണ്ട് എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 4 ആംപിയർ ബൈ ഏരിയ എത്രയാ? 20. 4/20 ചെയ്താൽ മതി. 4/20 അറിയുമ്പോൾ എത്രയാ? 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/5 അല്ലേ വരിക? 20ൽ എത്ര? 4 ഉണ്ട് 5. 1/5 അറിയുമ്പോൾ എത്രയാ? 0.2. എന്താ കറണ്ട് ഡെൻസിറ്റി യൂണിറ്റ്? കറണ്ട് ബൈ ഏരിയ അല്ലെ? കറണ്ട് ബൈ ഏരിയ. അപ്പൊ എന്താ വരിക? ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. നോക്കടാ, ഈസി ആയിട്ട് 3 മാർക്ക് വാങ്ങാം. ഈ ക്വസ്റ്റ്യൻ എഴുതിയാൽ ഈസി ആയിട്ട് 3 മാർക്ക് വാങ്ങാം അല്ലെ? 1.5 മാർക്ക് ഇതിന്. കറണ്ട് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്ക്. പിന്നെ സ്കാലാറോ വെക്ടർ എഴുതുന്നതിന് 1/2 മാർക്ക്. റെഡി?
പിന്നെ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നേരിട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ അറിയണ്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയോ, 1.5 മാർക്ക് കിട്ടി, 3 മാർക്ക്. വെരി സിമ്പിൾ. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചൊരു ടേമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഗെറ്റ് ഡ്രിഫ്റ്റഡ്. എങ്ങനെയാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്? ഡ്രിഫ്റ്റഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്ലൈ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന, ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന, കണ്ടക്ടറിലൂടെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അത് നിങ്ങളെ നോട്ടിൽ എങ്ങനെയാണോ ഡെഫിനേഷൻ അതുപോലെ എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അതിനൊരു മാർക്കാണ് കേട്ടോ. ഡെഫിനിഷൻ ഇതിനൊരു മാർക്കാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇത് നിങ്ങൾക്ക് ഒരു മാർക്കാണ്. പിന്നെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഒരു പ്രോബ്ലം ആണ്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. എങ്ങനെ ചെയ്യാം? A current of 10 ampere is maintained in a conductor of cross section 1 centimeter square. കറണ്ട് തന്നിക്കണ് എത്രയാ? ഇത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ? ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. കറണ്ട് തന്നിക്കണ് 10 ആംപിയർ. റെഡി? കറണ്ട് തന്നിക്കണ് 10 ആംപിയർ. പിന്നെ എന്ത് തന്നിക്കണ്? ക്രോസ് സെക്ഷൻ ഏരിയ തന്നിക്കണ് അല്ലെ? ക്രോസ് സെക്ഷൻ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സെന്റിമീറ്റർ സ്ക്വയർ ഏരിയൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നോക്ക്, സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർക്ക് എങ്ങനെ മാറ്റുക? 1 ഇൻറ്റു സെന്റിമീറ്ററിന് എങ്ങനെ മീറ്റർക്ക് മാറ്റുക? 10⁻². പക്ഷേ ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് അല്ലെ, സെന്റിമീറ്ററിനെ മീറ്റർക്ക് മാറ്റാൻ 10⁻². ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇതിനെ സ്ക്വയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര വരിക? 10⁻⁻4 അല്ലെ? 10⁻⁻4 ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. പിന്നെ ഇവിടെ തന്നിക്കുന്നത് എന്താ? നമ്പർ ഡെൻസിറ്റി തന്നിക്കുന്നത് സ്മാൾ ലെറ്റർ എൻ അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഡെൻസിറ്റി എത്രയാ? 9 × 10⁻28 ആണെന്നും തന്നിട്ടുണ്ട്. റെഡി അല്ലേ? എന്നിട്ട് എന്താ ചോദിച്ചത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. I = ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. NVD പഠിച്ചിട്ടില്ലേ? I = NVD, I = NVD, I = NVD. കണ്ടോ? NAVDE അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മറക്കരുത്. ഇതൊന്നും ഒരിക്കലും മറക്കൂല. I = NVD. നോക്കിക്കോ, ഇതിൽ നിന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടെത്തിയാൽ മതി. VD = എന്താ വരിക? I n താഴത്തേക്ക് വരും, A താഴത്തേക്ക് വരും, ഇയും താഴത്തേക്ക് വരും. റെഡിയാണല്ലോ? ഇതിന് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. കറണ്ട് എത്രയാ? 10 നമ്പർ ഡെൻസിറ്റി എത്രയാ? 9 × 10⁻28 ഇൻറ്റു ഏരിയ ഇവിടെ കിട്ടിയിരിക്കുന്നത് 10⁻⁻4 ഇൻറ്റു ഇൻ്റെ വാല്യൂ എത്രയാ? 1.6 × 10⁻⁻19. ഇതങ്ങോട്ട് ചെയ്താൽ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. ഞാൻ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഒന്ന് ഞാൻ എടുത്ത് എഴുതാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഏകദേശം എത്ര ഇടുക? 6.94 ഇൻറ്റു 10⁻⁻6 മീറ്റർ/സെക്കൻഡാ കിട്ടുക. നിങ്ങൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ? കാൽക്കുലേഷനുകളും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. എത്ര വരിക? 6.94 ഇൻറ്റു 10⁻⁻6 മീറ്റർ/സെക്കൻഡ് ആണ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആൻസർ ആണ്. റെഡി ആണല്ലോ? അപ്പോൾ വെലോസിൻ്റെ യൂണിറ്റ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുമ്പോൾ വെലോസിറ്റി ആണല്ലോ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്. 6.94 ഇൻറ്റു 10⁻⁻6 ആ ഒരു റേഞ്ചിലാണ് ആൻസർ കിട്ടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Current flowing through a wire varies with time t in second. ടൈം സെക്കൻഡിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് I = കറണ്ട് തന്നിക്കണ എത്ര? 2t + 4 ആംപിയർ. ഹൗ മച്ച് ചാർജ് പാസസ് ത്രൂ ദ ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഈസ്? ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഈസ് അല്ല, ഇവിടെ ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഇൻ ആണ് കേട്ടോ. ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഇൻ 2 സെക്കൻഡ്. ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഇൻ 2 സെക്കൻഡ്. ഓക്കെ അല്ലേ? 2 സെക്കൻഡിൽ എത്ര ചാർജാണ്? ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. നോക്കിക്കോട്ടെ, എന്താ തന്നിക്കണേ? കറണ്ട് തന്നിക്കണേ. പക്ഷെ കറണ്ട് ഒരു വാല്യൂ ആയിട്ടല്ല തന്നത്, ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നത്. കറണ്ട് എങ്ങനെ തന്നത്? ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നത്. ടൈം മാറുന്നതിനനുസരിച്ച് കറണ്ട് മാറുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചത് എത്ര ചാർജാണ് പാസ് ചെയ്തിട്ടുണ്ടാവുക ത്രൂ ദ ക്രോസ് സെക്ഷൻ, എത്ര ടൈം കൊണ്ട്? 2 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നോക്ക്, ഇവിടെ തന്നത് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ആൻസർ ചെയ്യാൻ പോകണേ. കറണ്ട് തന്നിക്കണ് എത്ര തന്നത്? കറണ്ട് എത്ര തന്നത് നോക്കാം. എത്ര തന്നത്? 2t + 4. കറണ്ട് തന്നത് 2t + 4 ആണ്. 2t. ഇങ്ങനെ
ടൈമിൻ്റെ ടേമിലൊക്കെ ടീൻ്റെ വേരിയബിളൊക്കെ ആയിട്ട് കറണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക. നിങ്ങൾ ചാർജാ ചോദിച്ചു, നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ ടൈമാന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കറണ്ട് വേരിയബിൾ അല്ല, ടൈമിനനുസരിച്ച് മാറുന്നില്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് ഏത് ഇക്വേഷൻ? ഡിഫറൻഷ്യൽ ടേമിൽ കൊടുക്കുക. വേരിയബിൾ ആകുമ്പോൾ I = dq/dt പഠിച്ചിട്ടുണ്ട്. I = എങ്ങനെ പഠിച്ചുള്ളത്? dq/dt പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് dq എന്താ വരിക? dq = എന്തൊരു dt അങ്ങോട്ട് പോട്ടെ, I/dt. നമുക്ക് വേണ്ടത് 2 സെക്കൻഡ് ആകുമ്പോഴുള്ള ടോട്ടൽ ചാർജ് എത്ര പാസ് ചെയ്തു എന്നാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ ഇതിനങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്ത് ചെയ്യാൻ പറയടാ? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dq = I/dt. ഇൻ്റഗ്രൽ dq എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചാർജ്. q dq എന്ന് പറഞ്ഞാൽ കുറച്ച് ചാർജ് പാസ് ചെയ്ത ചെറിയ ചാർജ്. ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. q ഇൻ്റഗ്രേഷൻ ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ dq ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ q എന്ന് വരും. ടോട്ടൽ ചാർജ് q = ഇൻ്റഗ്രൽ I/dt. I എത്രയാ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? I എത്രയാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 2t+4. റെഡി അല്ലേ? ഐക്ക് വരാൻ 2t+4. പിന്നെ ഇവിടെ എന്തുണ്ട്? dt ഉണ്ട്. ഇതിനങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കൂടുതൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്ര വരെ 2 സെക്കൻഡ് ആവുന്നത് വരെ സ്റ്റോർ ചെയ്ത ചാർജ് അല്ലേ ചോദിച്ചു, സ്റ്റോർ ചെയ്തല്ല പാസ് ചെയ്ത ചാർജ് എത്രയെന്നല്ല ചോദിച്ച്. അപ്പോൾ നോക്കുക, ലിമിറ്റ് കൊടുക്കണം. നമുക്ക് ടോട്ടൽ ചാർജ് എത്രയാണ് വേണ്ടത്? 2 സെക്കൻഡ് വരെ ആകുമ്പോഴുള്ള ചാർജാണ് വേണ്ടത്. അപ്പോൾ ടൈം 0 മുതൽ 2 സെക്കൻഡ് വരെയാണ് കൊടുക്കേണ്ടത് അല്ലേ? ഇവിടെ കണ്ടോ, ഡിഫറൻഷ്യൽ ടേം ടൈം അല്ലേ? അപ്പോൾ നിങ്ങൾ ലിമിറ്റ് കൊടുക്കേണ്ടതും ടൈമിൻ്റെ ടേമിലാണ്. 0 മുതൽ t വരെ കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 2 വരെ കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് ആകുമ്പോഴുള്ള ചാർജ് കിട്ടും. 2 സെക്കൻഡ് ആകുമ്പോഴേക്കുള്ള ചാർജ് കിട്ടും. 3 സെക്കൻഡ് ആകുമ്പോഴേക്കും പാസ് ചെയ്ത ചാർജ് കിട്ടണമെങ്കിൽ 0 മുതൽ 3 വരെ കൊടുക്കുക, 0 മുതൽ 2 വരെ കൊടുക്കുക. അപ്പോൾ q = എന്താ വരിക? പറഞ്ഞോ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, നിങ്ങൾക്കറിയാം. നോക്ക്, ഇവിടെ 2t ഇതറിയില്ലേ? ഇൻ്റഗ്രൽ നോക്ക്, അല്ല ഇങ്ങനെ പഠിച്ചാൽ നിങ്ങളിങ്ങനെ പഠിച്ചിടാം. ഇൻ്റഗ്രൽ നോക്ക്, ഇൻ്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ എന്താ? x²/2 ആണ്. റെഡി അല്ലേ? ഇവിടെ പവർ 1 ആണെങ്കിൽ അതെന്താവും? ഇവിടെ റിസൾട്ട് എഴുതുമ്പോൾ 1+1 2 എന്ന് എഴുതും. ആ 2 തന്നെ താഴ്ത്തി എഴുതുക. അപ്പോൾ ഇൻ്റഗ്രൽ x³ dx ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? x⁻3ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക 4, അത് തന്നെ താഴ്ത്തി എഴുതുക. റെഡിയാണല്ലോ? അപ്പോൾ റിസൾട്ട് ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് പല ഡെറിവേഷൻ നിങ്ങൾ കണ്ടുണ്ടാവും. x⁻n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻n+1/n+1 ആണ്. ഓക്കെ അല്ലേ? സോ q = ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2tൻ്റെ ഇൻ്റഗ്രൽ 2t+4 അല്ലേ? 2 അതേപോലെ ടീൻ്റെ ഇൻ്റഗ്രൽ എന്താ? വെറുതെ t എന്ന് എഴുതി കഴിഞ്ഞാൽ പവർ 1 അല്ലേ? അപ്പോൾ അതിലൂടെ ഒന്ന് ആഡ് ചെയ്യുക, t², അതന്നെ താഴത്ത് എഴുതുക t²/2. അപ്പോൾ 2tൻ്റെ ഇൻ്റഗ്രലായി. 2 അതേപോലെ എഴുതി. ടീൻ്റെ ഇൻ്റഗ്രൽ എന്താ? t²/2 പ്ലസ് അടുത്ത 4ൻ്റെ ഇൻ്റഗ്രൽ എന്താ? വെറുതെ 4 ആണെങ്കിൽ 4ൻ്റെ ഇൻ്റഗ്രൽ എന്താ? 4t ആണ്. ഒരു കോൺസ്റ്റന്റ് ഇൻ്റഗ്രൽ. 2ൻ്റെ ഇൻ്റഗ്രൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, t ആണ്. ഓക്കെ, അപ്പോൾ 4ൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? 4t. ക്ലിയർ ആണോ എല്ലാവർക്കും? 4ൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? 4t വരിക. ഇനി ഇതിൽ എന്തൊക്കെ ആരൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ 2ഉം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് ലിമിറ്റ് കൊടുക്കാണ്ട് അല്ലേ? ലിമിറ്റ് ഏത് മുതൽ ഏത് വരിക? 0 മുതൽ 2 വരെ. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടൊക്കെ മാത്സിൽ ഇൻ്റഗ്രേഷനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, മാത്രമല്ല നമ്മൾ +1 ഫിസിക്സ് തന്നെ ഡെറിവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉള്ളത്? q = പറഞ്ഞോണ്ടാ t²+4 ഉള്ളത് ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 മുതൽ 2 വരെ. എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ അറിയില്ലേ? q = ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം? അവിടെ 4t ഉണ്ട് അല്ലേ? 4t ഉണ്ട്. ഓക്കെ, ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുക? ആദ്യം നിങ്ങൾ ഈ t അല്ലേ വേരിയബിൾ, tക്ക് 2 ഇട്ട് കൊടുക്കുക. tക്ക് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക? 2² + 4 × 2. ഓക്കെ അല്ലേ? മൈനസ് tക്ക് നിങ്ങൾ 0 ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0, tക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0², അത് പോയി. ഈ tക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ 4 × 0 0 വരും. അപ്പോൾ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി. അപ്പോൾ എത്ര വരിക? 2² എത്രയാ? 4 പ്ലസ് 4 × 2 എത്ര? 8. 4 + 8 എത്രയാടാ? 12. ചാർജാ കണ്ടെത്തി. ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കൂളോം. 12 കൂളോം. ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇതിപ്പോൾ ഇനി ഇൻ്റഗ്രേഷൻ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. ഇവിടെയെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിക്കണം. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ഓർ ക്വസ്റ്റ്യൻ വേറെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. റെഡി. നെക്സ്റ്റ്, സ്റ്റേറ്റ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചല്ലേ ഈ നമ്മുടെ +2 ഫിസിക്സ് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ലോ ആണ് അല്ലേ? കൂളംസ് ലോ.
ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ആ രണ്ട് ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ ചാർജസ് ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻ ഒക്കെ പഠിച്ചത്. F = 1/4πε0 Q1 Q2/r². ആക്ച്വലി ഡെഫിനേഷൻ എഴുതിയാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ബട്ട് ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെന്റ് എഴുതിയ ശേഷം ഇക്വേഷൻ കൂടി അങ്ങോട്ട് എഴുതി വെക്കുക. ഇക്വേഷൻ ചോദിച്ചിട്ടില്ലെങ്കിലും അത് അങ്ങോട്ട് എഴുതി വെക്കുക. സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇക്വേഷൻ കൂടി അങ്ങോട്ട് എഴുതി വെക്കുക. പേപ്പർ നോക്കുന്ന ആൾക്കൊരു കുളിർമ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സോ ഇത് എല്ലാവർക്കും അറിയാം. അടുത്തൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്താ നോക്ക്. കൂളംസിൽ വെച്ചുള്ള പ്രോബ്ലം തന്നെയാണ്. 2 charges separated by certain distance are placed in air. രണ്ട് ചാർജ് ഉണ്ട്, അത് എയറിൽ വെച്ചിരിക്കുന്നത്, ഒരു certain ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നത്. Q1 ഉം Q2 ആയിക്കോട്ടെ, ഇതിനിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് എയറിൽ വെച്ചിരിക്കുന്നത്. The force acting between them is 24 Newton. ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 24 Newton ആണ്. If air is replaced by a medium of relative permittivity 6, ഇപ്പൊ രണ്ട് ചാർജും എയറിലല്ല ഉള്ളത്, അപ്പോഴുള്ള ഫോഴ്സ് അല്ലേ 24. ആ എയർ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു മീഡിയം ആക്കി, ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ളത് ഒരു മീഡിയം ആക്കി. ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 6 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മീഡിയം മാറുമ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് മാറും. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആ എയർ മാറ്റിയിട്ടൊരു മീഡിയം വന്നു കഴിഞ്ഞാൽ ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയെന്നാ ചോദിച്ച് അത് കണ്ടെത്താൻ ഈസി ആയിട്ടുള്ളൊരു മാർഗം ഉണ്ടടാ. ഏതാങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോക്കാം, റിലേറ്റീവ് പെർമിറ്റിവിറ്റിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. εr റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും. എയറിലുള്ള ഫോഴ്സ് എഫ് എയർ ബൈ, അതുപോലെ തന്നെ എവിടെയാ മീഡിയത്തിലുള്ള ഫോഴ്സ് എഫ് എയർ ബൈ എഫ് മീഡിയം എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് എഫ് മീഡിയം കിട്ടും. മീഡിയത്തിൽ എങ്ങോട്ട് കൊണ്ടുപോവുക? എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ബൈ εr. എയറിലെ ഫോഴ്സ് അല്ലെ, എഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താ? എയറിലെ ഫോഴ്സ്. മീഡിയം വെക്കുമ്പോഴുള്ള ഫോഴ്സ് ആണ് എഫ് മീഡിയം. നമ്മളോട് ചോദിച്ചത് മീഡിയം വെക്കുമ്പോഴുള്ള പുതിയ ഫോഴ്സ് ആണ്. എയറിലെ ഫോഴ്സ് എന്നിക്കണേ 24 ബൈ εr റിലേറ്റീവ് പെർമിറ്റിവിറ്റി 6 ആണെന്ന് പറഞ്ഞിരിക്കണേ. 24/6 ആണ്, 4 ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, 4 ന്യൂട്ടൺ ആണ് വരിക. റെഡിയാണല്ലോ? ഈ റിലേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? Next question, derive the expression of torque acting on an electric dipole placed in a uniform electric field. ഡെറിവേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. ടോർക്ക് വെരി സിമ്പിൾ ഡെറിവേഷൻ ആണ്. 3 മാർക്കാണ്. 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെയാണ് ഡെറിവേഷൻ? ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വെക്കും. എന്നിട്ട് -q + q, അങ്ങോട്ട് QE എന്ന് പറഞ്ഞ ഫോഴ്സ്, ഇങ്ങോട്ട് -QE എന്ന് പറഞ്ഞ ഫോഴ്സ്. എന്നിട്ട് ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്പോൾ ക്യാൻസൽ ആയി പോകും. ബട്ട് ഈ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സിനും അതിൻ്റെ ഇടയിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. നിങ്ങൾ നോട്ടിൽ നോക്കി പഠിച്ചിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് ഫൈനലി ആൻസർ എന്താ കിട്ടേണ്ടത്? ടോ ഈക്വൽ ടു PE sin θ, അല്ലെങ്കിൽ ടോ ഈക്വൽ ടു P ക്രോസ് E. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫിഗറൊക്കെ എല്ലാവരും വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫിഗറിനൊക്കെ മാർക്ക് ഉണ്ട്. നിങ്ങൾ ഫിഗർ വരച്ചിട്ടില്ലെങ്കിൽ ഒരു മാർക്കൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്കൂളിലൊക്കെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫിഗർ എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഫിഗർ ഇൻക്ലൂഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഫിഗർ വരക്കാനൊന്നും ഡെറിവേഷനിൽ പറയില്ല, എങ്കിലും ഫിഗർ വരക്കണം. അടുത്തത് ഏതാ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഫിൻ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ? And the answer any 3 questions from 22 to 25 each carries 4 score. 22 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓരോന്നിനും 4 മാർക്കാണ്. പെട്ടെന്ന് നോക്കാം നമുക്ക്. എന്താ? derive the expression of electric field intensity at the point on the equatorial line of a electric dipole. ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫിഗറൊക്കെ എല്ലാവരും വരക്കണം. ഓക്കെ അല്ലേ? -q എന്ന് പറഞ്ഞ ചാർജ്, +q എന്ന് പറഞ്ഞ ചാർജ് പഠിച്ചിട്ടില്ലേ? ഇവക്കിടയിലെ ഡിസ്റ്റൻസ് 2a അല്ലെ? ഡൈപോൾ നമ്മുടെ ഡിസ്റ്റൻസ് 2a. ഇക്വറ്റോറിയൽ ലൈനിലെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്, ആക്സിയൽ ലൈനിലെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. നിങ്ങളുടെ ചാപ്റ്റർ ടെസ്റ്റിനൊക്കെ ആ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടാവും. അതേ ക്വസ്റ്റിനാണ് ചോദിച്ചത്. ഇക്വറ്റോറിയൽ ലൈൻ ആകുമ്പോൾ ഇങ്ങനെയല്ല ലൈന് പോവുക. ഈ ലൈനിൽ ഒരു പോയിന്റ് എടുക്കുക, ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനാണ് ചോദിച്ചത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കമ്പൗണ്ടൊക്കെ ആക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഡെറിവേഷൻ നോട്ടിൽ നോക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പഠിക്കാതെ ആരും ഒരു എക്സാമിനും പോകരുത്. റെഡിയല്ലേ? കെമിസ്ട്രിൻ്റെ എക്സാമിന് വരെ ഈ ഡെറിവേഷൻ പഠിച്ചു പോയിക്കൊണ്ടു. അത്ര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ്റെ ആൻസർ ഞാൻ നേരിട്ട് ആൻസർ ചെയ്താണ്. 1/4πε0 P/r3 ഇതാണ് വരെ.
റെഡി അല്ലേ? ഇത് ആക്സിയൽ ലൈനാണ് ചോദിക്കണമെങ്കിൽ 2p/r3. അപ്പോൾ ഫിഗർ വരക്കണം, കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതണം. ഈസി ഡെറിവേഷൻ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിച്ചതാണ്. 4 മാർക്ക്, വെരി സിമ്പിൾ. നെക്സ്റ്റ്, ഡിഫൈൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. നിങ്ങൾ പഠിച്ചില്ലേ? എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താ? Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട് വിചാരിച്ചോ. ഈ ചാർജിൽ നിന്നും കുറച്ച് ദൂരെ പോയിന്റ് ഉണ്ട്, P എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് വിചാരിച്ചോ. ഇതിൽ നിന്നും വളരെ ദൂരെ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് പ്രത്യേകത, ഈ ചാർജിന്റെ എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു റീജിയൻ ആണ് ഇവിടെ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫിനിറ്റി. P എന്ന് പറഞ്ഞ പോയിന്റ് എന്താ? ഈ ചാർജിന്റെ എഫക്റ്റ് ഉള്ള റീജിയനിലെ പോയിന്റ് ആണ്. ഇൻഫിനിറ്റിയിൽ നിന്നും ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ്, +1 കൂളോം. അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുത്തുകൊണ്ട് P എന്ന് പറഞ്ഞ പോയിന്റിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യണം. ആ വർക്കാണ് ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നോട്ടിൽ ഡെഫിനിഷൻ ഉണ്ടാവും, അത് അതേപോലെ ഇരിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് it is a work done by an external force to bring a unit positive charge from infinity to that point. ക്ലിയർ ആണല്ലോ? അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കേട്ടോ. ആ ഡെറിവേഷൻ അല്ല, സോറി, ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഡെഫിനിഷൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താ? വീണ്ടും ഡെറിവേഷൻ. ഡിറൈവ് ദ റിലേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ. റെഡി അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ അഴിച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ ഇക്വേഷൻ? ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞ് നിങ്ങളൊരു Q എന്ന് പറഞ്ഞ ചാർജ് എടുത്ത് കണ്ട് അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഫിനിറ്റി ഒക്കെ മാർക്ക് ചെയ്തിട്ട് എയും ബി 2 പോയിന്റ് ഒക്കെ എടുത്തിട്ട് എ എന്ന് ബിയിലേക്ക് ചാർജിനെ കൊണ്ടുവരാനുള്ള ചെറിയ വർക്ക് കണ്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ആ ഡെറിവേഷനിലേക്ക് നടക്കുന്നില്ല, നോട്ടിലുണ്ട്, പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ് വരേണ്ടത്. പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്തിട്ട് V അല്ലേ? V = 1/4πε0 Q/r. r² ഇടരുത് കേട്ടോ, മറന്നുകാണ്ട്. r² ഇട്ട് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡ് ആവും. ഇത് പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 Q/r. ഇതിന്റെ ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന് നോക്കുക, പൊട്ടൻഷ്യൽ എന്താ ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്കും ഈ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നതിന് 3 മാർക്കും, അങ്ങനെ മൊത്തം 4 മാർക്ക്. അടുത്തെന്താ? സ്റ്റേറ്റ് ഓംസ് ലോ. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ്. സിമ്പിൾ. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓംസ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇക്വേഷൻ ആണ് V = IR. പഠിച്ചല്ലേ? ഇങ്ങനെ പഠിച്ചാലും മതി. എങ്ങനെ പഠിച്ചാൽ മതി? ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ, the potential difference across the conductor is directly proportional to the current passing through the conductor. അങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെ നോട്ടിൽ പഠിച്ചത്, നോട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ തന്നത്, എങ്ങനെ ക്ലാസ്സിൽ എടുത്തപ്പോൾ നിങ്ങൾ പഠിച്ചത് അതേപോലെ അങ്ങോട്ട് എഴുതി വെക്കുക. എന്താണ് അതിൻ്റെ മീനിങ് വരേണ്ടത്? V directly proportional to I ആയിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കണം. V = ഒരു കോൺസ്റ്റന്റ് വരൂലേ, ആ കോൺസ്റ്റന്റ് ആണ് R റെസിസ്റ്റൻസ്. V = IR. ഈ ഇക്വേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. നിങ്ങളോട് എപ്പോഴും ഒരു ലോ ഒക്കെ സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന് ഇക്വേഷൻ കൂടി എഴുതണം. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ആരും വായിക്കാൻ നിൽക്കില്ല. ഇക്വേഷൻ എഴുതിൻ്റെ അതിന് മാർക്ക് കിട്ടും. ഐഡിയ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഓംസ് ലോ. അടുത്ത റൈറ്റ് ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. ഓംസ് ലോന്റെ വെക്ടർ ഫോം. ഓംസ് ലോന്റെ വെക്ടർ ഫോമുകൾ അതിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല, എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. 1 മാർക്കിനാണ്. അപ്പോൾ നേരിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. J = σE. അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. J = σE. J എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്, E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. ഈ ഇക്വേഷൻ മാത്രം കണ്ട് എഴുതി വെച്ചാൽ അതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല. J = σE. മാത്രമല്ല ഈ 3 ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതേപോലെ ഇട്ടതാ. അയ്യവാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചോളൂ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. റെഡി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ എഴുതിക്കുക. സി ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അത് പല രീതിയിൽ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടേ NCERTയിലെ പേജ് ഞാൻ അതേപോലെ അങ്ങോട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്താ ഹെഡിങ് നോക്കാം, അങ്ങ് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. നോക്കാം, ഹെഡിങ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. NCERTയിലുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 മാർക്ക് ഞാൻ ചോദിച്ചു, ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ തന്നെ എനിക്ക് മാർക്ക് കിട്ടും. ഒരു പോയിന്റ് പറയുന്നുണ്ട് V ceases to proportional to I. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി. വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്നല്ലേ ഓംസ് ലോ പറഞ്ഞത്? അത് എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല. വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആവണം എന്നില്ല. കറണ്ട് കൂടുമ്പോൾ ചിലപ്പോൾ വോൾട്ടേജ് കുറയും ചില മെറ്റീരിയലൊക്കെ. റെഡിയാണല്ലോ? അത് എഴുതാം. പിന്നെ ഇതിൽ പറഞ്ഞത് എന്താ? ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് V. വിയും ഐയും തമ്മിലുള്ള റിലേഷൻ വിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ? ഇവിടെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ മൂന്നാമത്തായിട്ട് NCERTയിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് I. റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് I ഈസ് നോട്ട് യുണീക്ക്. എന്നിട്ട് കൂടി തന്നെ പറയുന്നത് ദർ ഈസ് മോർ ദാൻ 1 വാല്യൂ ഓഫ് V ഫോർ ദ സെയിം കറണ്ട്.
ഒരേ കറണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഒരേ കറണ്ട് തന്നെ പൊട്ടൻഷ്യൽ വേറെ വാല്യൂ വരാം, യുണീക്ക് അല്ല. അപ്പോൾ ഇത് മൂന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി അതല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ശരിക്കും NCERT പ്രകാരം, അതുകൊണ്ടാണ് ഞാൻ NCERT ഫിഗർ ഇവിടെ ഉൾപ്പെടുത്തി, ഈ 3 പോയിന്റ് എഴുതുന്നത് നല്ലതാണ്. ഇനി അതല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നോൺ ഓമിക് മെറ്റീരിയൽസ് ഓംസ് ലോ ഒബേ ചെയ്യൂല, അത് എഴുതാം, അതിന് മാർക്കുണ്ട്. ഒന്ന് ആ പോയിന്റ് എഴുതിയാൽ മതി. രണ്ടാമത്തെ പോയിന്റ് വേണമെങ്കിൽ ഏത് എഴുതാമെന്നറിയോ? ഈ ഓംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഓംസ് ലോ കറക്റ്റ് ആവില്ല, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ I ആവില്ല, അങ്ങനെയും എഴുതാം. അങ്ങനെ സിമ്പിളായിട്ട് ആ 2 പോയിന്റ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഏതൊക്കെ പോയിന്റ്? ഒന്ന്, നോൺ ഓമിക് മെറ്റീരിയൽസ് ഇത് ഒബേ ചെയ്യില്ല, എല്ലാ മെറ്റീരിയലും ഇത് ഒബേ ചെയ്യൂല, അത് എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതാ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഇത് പറ്റൂല, അതൊക്കെ എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ 3 പോയിന്റ് ഇതിലേത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാൻ NCERTയിൽ ഇതേപോലെ തന്നെ തന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി NCERT പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പിന്നെ വെക്ടർ ഫോമും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ 2 മാർക്കിനാകുമ്പോൾ 2 ലിമിറ്റേഷനെങ്കിലും എഴുതി വെക്കാം. ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ, അത് എഴുതി വെക്കാം. പിന്നെ അതുപോലെ നോൺ ഓമിക് മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും ഓംസ് ലോ ഒബേ ചെയ്യാൻ, അതൊക്കെ എഴുതി വെക്കാം. റെഡിയാണല്ലോ? നെക്സ്റ്റ് 25th question. When temperature is increases, then resistivity of semiconductor. പഠിച്ചിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് എന്താ പറഞ്ഞത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുക? ഓർത്തു വെക്കണം, ഡിക്രീസസ്. പഠിച്ചിട്ടുണ്ടാവും. സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അടുത്ത്, വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ പഠിച്ചിട്ടുണ്ടാവും. ആൽഫന്റെ യൂണിറ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കെൽവിൻ ഇൻവേഴ്സ് എഴുതാം, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് എഴുതാം, അല്ലെങ്കിൽ 1/Kelvin എഴുതാം, 1/degree Celsius എഴുതാം. അതിനൊക്കെ മാർക്കുണ്ട്. അതിന്റെ യൂണിറ്റ് എങ്ങനെ വന്നതെന്ന് വേണമെങ്കിൽ അടുത്ത് ഈ പ്രോബ്ലത്തിലൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. അടുത്ത പ്രോബ്ലം നോക്ക്. എന്താ ഇത്? 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഡിക്രീസസ് എഴുതുന്നതിന് 1 മാർക്ക്, ഇവിടെ യൂണിറ്റ് കെൽവിൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് എഴുതുന്നതിന് 1 മാർക്ക്, ഈ പ്രോബ്ലം ചെയ്യുന്നതിന് 2 മാർക്ക്. എന്താ പ്രോബ്ലം നോക്ക്. A copper coil has resistance of 20 ohms. Resistance എന്തെങ്കിലും 20 ohms at 0 degree Celsius. ആ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള ആൽഫ വെച്ചുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് റെസിസ്റ്റൻസ് 26.4 ohm at 80 degree Celsius. നോക്കടാ, 0 degree Celsiusൽ റെസിസ്റ്റൻസ് 20 ആണ്. 80 degree Celsiusൽ റെസിസ്റ്റൻസ് 26.4 ആണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാ? ആൽഫ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയോ? നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. R = R0 × 1 + alpha delta t എന്ന് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ R1 വെച്ച് പഠിച്ചിട്ടുണ്ടാവും. R2 = R1 × 1 + alpha delta t ക്ക് വരാൻ T2 - T1 എന്നോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് ആൽഫ കണ്ടെത്തിയാൽ മതി. അല്ലെങ്കിൽ ആൽഫൻ്റെ ഇക്വേഷനുകൾ നേരിട്ടും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇന്നെങ്ങനെ ആൽഫ കണ്ടെത്തുക? ഈ R0 കണ്ടുകൊണ്ടിരിക്കുക, R/R0. ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ഇന്നലെ നേരിട്ട് ആൽഫൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. R/R0 = 1 + alpha delta t. ശരിയല്ലേ? R0 കണ്ടുകൊണ്ടുവന്നു. 1നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ വരിക? ഞാൻ ഇവിടെ ഇതാണ് 1നെ കണ്ടുകൊണ്ടിരുമ്പോൾ R/R0 - 1 = 1നെ കണ്ടുകൊണ്ടു. ഇവിടെ എന്താ ഉള്ളത്? alpha delta t. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? R-R0/R0 അല്ലേ? R-R0/R0 = alpha delta t. അപ്പോൾ എന്താ ആൽഫൻ്റെ ഇക്വേഷൻ കിട്ടി? ആൽഫ = ഡെൽറ്റ ടി താഴത്തേക്ക് വരിക. എന്താ ഉള്ളത്? R-R0/R0 ഡെൽറ്റ ടി. ഡെൽറ്റ ടി ആണ് എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതാണ് യൂസ് ചെയ്താൽ മതി നേരിട്ട്. എന്താ ഇക്വേഷൻ? ആൽഫ = R-R0/R0 × ഡെൽറ്റ ടി. R എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ്. അത് എത്രയാ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ? റെസിസ്റ്റൻസ് എത്രയാ പറഞ്ഞിട്ടുള്ളത്? ഇതാ 80 degree Celsius ആകുമ്പോൾ 26.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആറിന് പകരം എത്രയായിട്ട് കൊടുക്കുക? 26.4.
R0 എന്ന് പറഞ്ഞാൽ തുടക്കമുള്ളത്, അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ളത്, അത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 0 ഡിഗ്രി സെൽഷ്യസിൽ 20 ഓം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ 20 ഇട്ട് കൊടുക്കുക. ഡിവൈഡർ ബൈ R0 എത്രയാ? 20. 0 ഡിഗ്രി സെൽഷ്യസിൽ 20 ആണ്. ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ് പറഞ്ഞത്? 0ന്ന് 80 ആക്കിയേക്കല്ലേ, അപ്പോഴല്ലേ റെസിസ്റ്റൻസ് മാറിയത്. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ്? 0ന്ന് 80 ആക്കി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് എത്ര? 80. ഓക്കെ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് 80 ആണ് വരിക. അത് കെൽവിനിക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് നിങ്ങൾ സെൽഷ്യസ് ചെയ്താലും കെൽവിനിൽ ചെയ്താലും സെയിം ആ കിട്ടുക. പിന്നെ കെൽവിനിക്ക് മാറ്റി ഡിഫറൻസ് എടുക്കാനൊന്നും നിൽക്കണ്ട. 80. ഇതാണ് സോൾവ് ചെയ്യുക കേട്ടോ. സോൾവ് ചെയ്യുമ്പോൾ അറിയാലോ എത്ര വരിക? 26.4 മൈനസ് 20 എത്രയാ? 6.4 ഡിവൈഡർ ബൈ 2 × 8 16. അതെ, 2 × 8 16 2 0. ഇതങ്ങോട്ട് സോൾവ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എത്ര കിട്ടിയതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇത് കിട്ടുക 4 × 10⁻³ കിട്ടുക. ഓക്കെ അല്ലേ? ഇതിനെ യൂണിറ്റ് എന്താ വന്നത്? ഒന്നെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് എഴുതാം, അല്ലെങ്കിൽ കെൽവിൻ ഇൻവേഴ്സ് എഴുതാം. എങ്ങനെയാ യൂണിറ്റ് വന്നത് മനസ്സിലായോ? R - R0 ഇത് റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റും താഴെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റും കട്ടായി പോയി. ബാക്കി ഇവിടെ എന്താ ഉള്ളൂ? ടെമ്പറേച്ചർ. 1/ടെമ്പറേച്ചർ, അതായത് 1/സെൽഷ്യസ് അല്ലെങ്കിൽ 1/കെൽവിൻ ഒക്കെ യൂസ് ചെയ്യാം. 1/സെൽഷ്യസിനെയാണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ കെൽവിൻ ഇൻവേഴ്സ് എഴുതാം. അപ്പോൾ ഞാനിത് ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് എടുത്ത് എഴുതി. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം, അല്ലെങ്കിൽ അല്ലാതെ സോൾവ് ചെയ്യാം. നിങ്ങൾ എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും പെട്ടെന്ന് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്തപ്പോൾ തന്നെ അല്ലേ കിട്ടിയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് സെക്ഷൻ ഏതാ? ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 26 to 29. 26ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 29ാമത്തെ ക്വസ്റ്റ്യൻസിൽ എത്രണ്ണം ചെയ്താൽ മതി? 3 എണ്ണം ചെയ്താൽ മതി. ഈച്ച് ക്യാരീസ് 5 സ്കോർ. ഓരോന്നിനും 5 സ്കോർ, 5 മാർക്കാണ് കിട്ടുന്നത് അല്ലേ? മാർക്ക് ഹൈ വെയിറ്റേജ് ഉള്ള സെക്ഷനാണ്. നോക്കാം നമുക്ക്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ നോക്ക്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ എന്താ? ഗോസസ് ലോ എന്ന് ആൾറെഡി ഇതിന് മുന്നേ 2-3 ക്വസ്റ്റ്യൻ വന്നു. പിന്നെ അത് വീണ്ടും ഗോസസ് ലോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോസസ് ലോ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളെ സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന്, അതിൽ ഏതെങ്കിലുമൊക്കെ എക്സാമിന് എന്തായാലും ഈ പറയുന്ന ഗോസസ് തിയറം ഉണ്ടാവും. ഗോസസ് തിയറം ചോദിച്ചാൽ ഗോസസ് ലോ ചോദിച്ചു. നിങ്ങൾക്കറിയാം എന്താ ഗോസസ് ലോ? ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, അതിനുള്ളിൽ ചാർജ് ഉണ്ടെങ്കിൽ ആ സർഫസിലുള്ള ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും. പഠിച്ചിട്ടില്ലേ? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലെക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അങ്ങനെ എഴുതി വെക്കുക. അടുത്ത വാട്ട് ഈസ് എ ഗോഷ്യൻ സർഫസ്? എന്താ ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ? ഗോസസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിന് വിളിക്കുന്ന പേരാണിത് ഗോഷ്യൻ സർഫസ്. ഇങ്ങനെയൊക്കെ എഴുതി വെക്കാം. ദ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് used for the application of Gauss's law is called Gaussian surface. അടുത്ത് derive the expression of electric field due to uniformly charged spherical shell by using Gauss's law. ഗോസസ് ലോന്റെ 3 അപ്ലിക്കേഷനുകൾ പഠിച്ചിരുന്നു. ഒന്ന് ലോങ് വയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ സ്ഫെറിക്കൽ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ചോദിച്ചത് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഡെറിവേഷനിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അങ്ങനെ നോട്ടിലുണ്ട്, കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ 3 ഡെറിവേഷൻ ഏതെങ്കിലും ഒന്ന് സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിൽ ഇവിടെ ചോദിച്ചത് സ്ഫിയറിൻ്റെ ആണ്. അപ്പം നിങ്ങൾ സീൻ്റെ ആൻസർ നിങ്ങൾ ഡെറിവേഷൻ എത്തിക്കേണ്ട E= നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, σ/ε0 r²/r². ഇങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വേറെ ഫോമുക്കായാലും പ്രശ്നമല്ല, ഇതന്നെയാണ് ഇത് വരേണ്ടത്, വാല്യൂ തന്നെ വരണം. σ/ε0 r²/r². ഈ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ r എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ്, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി, ε0 പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം, ഫ്രീ സ്പേസ്. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നിങ്ങൾ ഡെറൈവ് ചെയ്തെടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിന് 3 മാർക്ക് ഉണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ നോട്ടിലുണ്ട്, കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, 1 1 3 മാർക്ക്, 5 മാർക്ക്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്താ? സ്റ്റേറ്റ് ക്രിച്ചോഫ്സ് ലോസ്. ക്രിച്ചോഫ് ലോ 2 പഠിച്ചിട്ടുണ്ടല്ലേ? കറണ്ട് റൂളും പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജ് റൂളും പഠിച്ചിട്ടുണ്ട് അല്ലേ? ലൂപ്പ് റൂൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം.
അതിൽ എ ഉണ്ട് സ്റ്റേറ്റ് ക്രിച്ചോഫ് ലോ, സിമ്പിൾ അങ്ങനെ നോട്ടുള്ള സംബന്ധം തന്നെ. ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഏതാ? ബാലൻസ് വീസ്റ്റോൺ ബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഡയഗ്രാം വരച്ച് ബാലൻസിങ് കണ്ടീഷൻ ഡെറൈവ് ചെയ്തെടുക്കാൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയർ എക്സാം ചോദിച്ചു, അതിന്റെ മുന്നത്തെ ഇയർ എക്സാം ചോദിച്ചു, അതിന്റെ മുന്നത്തെ ഇയർ എക്സാം ചോദിച്ചു. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പബ്ലിക് പേപ്പർ എടുത്തു നോക്ക്. ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷൻ ഇടക്കിടക്കിടക്ക് ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിലുള്ള സംഭവം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് അതേപോലെ ഇവിടേക്ക് മാറ്റിയതാണിത്. ഏതാണ്? 2 റൂളാണുള്ളത്. നോക്കാം ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ എന്നറിയോ? നോക്കാം ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? സ്റ്റേറ്റ് ക്രിച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 ലോ ഉണ്ട് അല്ലെ? ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക നോക്കാം. ജംഗ്ഷൻ റൂള്, ലൂപ്പ് റൂള് എന്നാണ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 എഴുതി വെക്കണം. കാരണം പ്രത്യേകിച്ച് ഏത് റൂളാന്ന് പറഞ്ഞിട്ട് ഏത് ലോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 എഴുതി വെക്കണം. ഞാൻ NCERT ടെക്സ്റ്റ് ബുക്ക് അതേ സെന്റൻസ് എഴുതിയതാ. ജംഗ്ഷൻ റൂൾ എന്താ? അറ്റ് എനി ജംഗ്ഷൻ ദ സം ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. ഒരു ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടിന്റെ സമ്മും പോകുന്ന കറണ്ടിന്റെ സമ്മും ടോട്ടൽ സം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചത് നിങ്ങളെ നോട്ടിൽ എങ്ങനെയാണ് പഠിച്ചത് അത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അതിൽ തന്നെ വേറെ റൂളും കൂടി ഉണ്ട്. 2 റൂൾ എഴുതണം. എന്താ? ലൂപ്പ് റൂൾ എന്താ? ദ ആൾജിബ്രിക് സം ഓഫ് ചേഞ്ചസ് ഇൻ ദ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസർ ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് ഇൻ ദ ലൂപ്പ് ഈസ് 0. ഞാൻ NCERT സെന്റൻസ് ആണ് ഇതിൽ എഴുതിയത്. നിങ്ങളെ നോട്ടിൽ എങ്ങനെ എഴുതിയത് അത് എഴുതി വെച്ചാലും മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിച്ചോഫ് ലോ എഴുതാൻ പറയുമ്പോൾ 2 റൂൾ എഴുതണം. കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്തെന്താ? ബാലൻസിങ് കണ്ടീഷനുകൾ പഠിച്ചിട്ടുണ്ടാവും. അതും ഞാനിവിടെ NCERT ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിഗറൊക്കെ നിങ്ങൾ വരച്ച് പഠിച്ചതാ. റെസിസ്റ്റൻസ് അല്ലെ? R1 ഇങ്ങനെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക വീസ്റ്റോൺ ബ്രിഡ്ജ് പോലെ. R1, R2, R3, R4 എന്നിട്ട് ഇതിനെ ഡെറിവേഷനുകൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഡെറിവേഷനിലേക്ക് കിടക്കുന്നില്ല. ഫൈനലി ഇങ്ങനെയാണ് ആൻസർ കിട്ടേണ്ടത്. R2/R1 ഈക്വൽ ടു R4/R3. അല്ലെങ്കിൽ തിരിച്ചു ചെയ്താൽ R1/R2 ഈക്വൽ ടു R3/R4 അങ്ങനെയൊക്കെ എടുക്കാം. ഇനി അതല്ല, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ചില ആൾക്കാർ ഈ റെസിസ്റ്റൻസ് R1, R2, R3, R4 എടുക്കുന്നതിന് പകരം PQRS ഒക്കെ എടുക്കും. അപ്പോൾ P/Q ഈക്വൽ ടു R/S അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ എഴുതിയത്? എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫിഗറിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം. ബട്ട് അതിന്റെ മീനിങ് സെയിം ആയിരിക്കണം. പിയും ക്യൂവും ആറും എസ് എടുത്തിട്ടുണ്ടെങ്കിൽ P/Q ഈക്വൽ ടു R/S അങ്ങനെ എഴുതാം. R1, R2 ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ NCERT ഫിഗറാണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ ആൻസർ വരണം. ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ക്ലിയർ അല്ലേ? റെഡിയാണല്ലോ? R2/R1 ഈക്വൽ ടു R4/R3 അല്ലെങ്കിൽ R1/R2 ഈക്വൽ ടു R. അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത്ര ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ നിങ്ങൾ ചാപ്റ്റർ ടെസ്റ്റിനൊക്കെ അത് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഡെറിവേഷൻ ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്ത് കറക്റ്റാണോ അല്ലേന്ന് ചെക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഉദ്ദേശം. റെഡി അല്ലേ? അപ്പോൾ ഇത് നോക്കടാ, നോട്ടിലുള്ള അതേ സംഭവമാണ് ഈ ക്വസ്റ്റിനും. കിട്ടിയ 5 മാർക്ക് അല്ലെ? ക്രിച്ചോഫ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ 2 മാർക്കും അതുപോലെ 3 മാർക്ക് ബാലൻസിങ് കണ്ടീഷൻ ഡെറൈവ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് വാട്ട് ഈസ് എ SI യൂണിറ്റ്? വാട്ട് ഈസ് എ SI യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് കപ്പാസിറ്റൻസ്? അതിന് 2 മാർക്ക്. പിന്നെ ഒരു പ്രോബ്ലം തന്നിട്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വെച്ചാണ്ട് അതിന് 3 മാർക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നോക്കാതെ എന്താണ്? SI യൂണിറ്റും ഡയമെൻഷനും. എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. SI യൂണിറ്റും ഡയമെൻഷനും ആൻസർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ആൻസർ ചെയ്യാൻ പോവാം. ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ട് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനിൽ പ്രധാനപ്പെട്ട ഇക്വേഷൻ Q ഈക്വൽ ടു CV അല്ലെങ്കിൽ C ഈക്വൽ ടു Q/V അല്ലെ? Q എന്ന് പറഞ്ഞാൽ ചാർജ്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, C കപ്പാസിറ്റൻസ്. അപ്പോൾ എന്താ കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് വരിക? ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളോം ബൈ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട്. കൂളോം പെർ വോൾട്ട് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണെന്ത്? ഫാരഡ്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഫാരഡ് എന്ന് എഴുതിയാലും മതി. ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ആക്കണമെന്നില്ല. F കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇതാണ് യൂണിറ്റ് വരിക. ഇനി ഡയമെൻഷനും കൂടി ചോദിച്ചിരിക്കുന്നത്. ഡയമെൻഷൻ കിട്ടണമെങ്കിൽ ചാർജിന്റെ ഡയമെൻഷൻ എന്താ? AT. അല്ലെങ്കിൽ കറണ്ടിന് I എന്ന് പറഞ്ഞ ഡയമെൻഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ITയും കൊടുക്കാം. AT ബൈ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എന്താ? പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം ml² T⁻² ആണ്. ബൈ ചാർജിൻ്റെത് AT ആണ്. അപ്പോൾ എന്താ വരിക? M അതേപോലെ എഴുതി, L² അതേപോലെ എഴുതി. ഇവിടെ T⁻² ഉണ്ട്. ഈ T മുകളിലേക്ക് വരുമ്പോൾ T⁻1 ആവും. -2 -1 -3. A മുകളിലോട്ട് വരുമ്പോൾ A⁻1. ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ. ഇവിടെ യൂണിറ്റിന്റെ കഥ ഇവിടെ കഴിഞ്ഞു. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ ഇതാണ്. ഡയമെൻഷൻ ഇപ്പം നമ്മൾ ആരുടെ ഉണ്ടാക്കണേ? കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ ആകുമ്പോൾ C ഈക്വൽ ടു Q/V ആണ്. Q ചാർജിന്റെ ഡയമെൻഷൻ AT. വിന്റെ ഡയമെൻഷൻ ഇതാ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്താ? mL² T⁻³ A⁻1. അപ്പം എന്താ വരിക? M മുകളിലേക്ക് വരുമ്പോൾ M⁻1, L² മുകളിലേക്ക് വരുമ്പോൾ L⁻².
എടാ അവിടെ T⁻³ ഉണ്ട്, ഇത് മുകൾക്ക് വരുമ്പോൾ T⁻3, പിന്നെ ഇവിടെ ആൾറെഡി ടി ഉണ്ട്, ടിയും T⁻3യും T⁻4. ഈ A⁻1 മുകളിലോട്ട് വരുമ്പോൾ എ ആവും, ഇവിടെ എ ഉണ്ട്, എ ഇൻറ്റു എ എന്താ A². ഇതാണ് ഡയമെൻഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചാർജിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റും ഡയമെൻഷനും ഉണ്ടാക്കാനാ ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഉണ്ടാക്കി. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. എന്താ പ്രോബ്ലം നോക്കാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ, ദ പ്ലേറ്റ്സ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവ് ആൻ ഏരിയ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഏരിയ നിൽക്കുന്നത് എത്രയാണ് നിൽക്കുന്നത്? 20 cm². ഈച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 25 mm. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഏരിയ നിൽക്കണം, അവക്കിടയിലുള്ള പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നിൽക്കണം. പിന്നെ ദ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ കണക്റ്റിംഗ് ഇറ്റ് ടു എ 200 വോൾട്ട് സപ്ലൈ. അതായത് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന എത്ര വോൾട്ടിന്റെ ബാറ്ററി, എത്ര വോൾട്ടിന്റെ സപ്ലൈ ആണ്? 200 വോൾട്ട്. എന്നിട്ട് എന്താ ചോദിച്ചത്? ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എത്ര? നിങ്ങൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിന്റെ ഇക്വേഷൻ, ഡെറിവേഷൻ ഒക്കെ പഠിച്ചതാ. ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ഇക്വേഷൻ മിനിമം അറിഞ്ഞിരിക്കണം. എന്താ പഠിച്ചത്? ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒന്നേ Q²/2C എന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ½ CV² എന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ½ QV എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക, അതെങ്ങനെ നോക്കുക? അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജ് നിൽക്കണം, അപ്പോൾ V വെച്ചുള്ള ഇക്വേഷൻ ആണ്. എടാ ഇവിടെ ഏരിയയും ഉണ്ട് ഡിസ്റ്റൻസും ഉണ്ട്, അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടെത്തിക്കൂടെ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം? C = ε0 A/d. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് കിട്ടും. പിന്നെ ആൾറെഡി ഇവിടെ വോൾട്ടേജും ഉണ്ട്, അപ്പോൾ സിയും ഉണ്ട് വിയും ഉണ്ട്. അപ്പോൾ സിയും വിയും ഉള്ള ഇക്വേഷൻ വേണം എനർജിന്റെ സെലക്ട് ചെയ്യാൻ. അതേത് ഇക്വേഷൻ? U = ½ CV². ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടേ അല്ല. അപ്പോൾ Q ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കരുത് എനർജിക്ക്. Q ഇല്ലാത്ത ഇക്വേഷൻ ഏതാ? ½ CV². അപ്പോൾ ½ CV² ഉപയോഗിച്ചാണ് എനർജി കാണുക. അപ്പോൾ അതിന് മുന്നേ C കണ്ടെത്തണം. C കണ്ടെത്തണമെങ്കിൽ, അതുകൊണ്ട് അതിന് 3 മാർക്കൊക്കെ വരുന്നത്. C കണ്ടെത്തണമെങ്കിൽ നോക്കും, C കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കണം? C കണ്ടെത്തണമെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താ? ε0 A/d. ε0ന്റെ വാല്യൂ എത്രയാ? 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു ഏരിയ എത്രയാടാ പറഞ്ഞത്? ഏരിയ എത്രയാ പറഞ്ഞത്? ഏരിയ 20 cm² ആട്ടോ പറഞ്ഞത്. നോക്കടാ, ഏരിയ 20 cm² ആണ്. മീറ്റർ സ്ക്വയർക്ക് മാറ്റാൻ 20 ഇൻറ്റു സെന്റിമീറ്റർ²നെ മീറ്റർ സ്ക്വയർക്ക് മാറ്റാൻ 10⁻⁻4 അല്ലെ, സെന്റിമീറ്ററിനെ മാറ്റാൻ 10⁻². അതിന്റെ സ്ക്വയർ വരും, അപ്പൊ 10⁻²ന്റെ സ്ക്വയർ 10⁻⁻4. അത്രയും ഏരിയന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതാ വരും. പിന്നെന്താ വേണ്ടത്? പിന്നെ ഡിസ്റ്റൻസ് നിൽക്കണേ 25 mm ആണ്. അതിന് മീറ്റർക്ക് എങ്ങനെ മാറ്റുക? mm എന്ന് പറഞ്ഞാൽ എന്താ? മില്ലിമീറ്റർ. മില്ലിനെ മാറ്റാൻ 10⁻⁻3. അപ്പൊ 25 ഇൻറ്റു 10⁻⁻3 മീറ്റർ എന്നാ വരിക. ഇത് ഇതിലിട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അതിലത് ഇട്ട് കൊടുക്കുക. അപ്പൊ നോക്ക് എന്താ വരിക? 8.85 ഇൻറ്റു എക്ക് വരം 20 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 25 ഇൻറ്റു 10⁻⁻3. ഇത് അങ്ങോട്ട് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറുകൾ ചെയ്ത് നോക്കണം. ഞാൻ ആൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 7.08 ഇൻറ്റു 10⁻⁻13 ഫാരഡാ കിട്ടുക. അല്ലെങ്കിൽ 7 ഇങ്ങോട്ട് എടുത്തുകൊണ്ട് 0.708 ആണെങ്കിൽ ഇവിടെ 10⁻⁻2 ഇതാ വരിക. അപ്പോൾ എന്ത് കിട്ടി? കപ്പാസിറ്റൻസ് കിട്ടി. നമുക്ക് വേണ്ട എനർജി അല്ലേ? എനർജി എങ്ങനെ കാണാം? എനർജി U = ½ CV² ആണ്. അപ്പോൾ ½ ഇൻറ്റു കപ്പാസിറ്റൻസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാ? 7.08 ഇൻറ്റു 10⁻⁻13 കിട്ടിയിരിക്കുന്നത് ഇൻറ്റു V². വോൾട്ടേജ് എത്രയാ പറഞ്ഞത്? 200 അല്ലേ? 200ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അത്രയും ജൂളാണ് വരിക, കാരണം എനർജിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്, കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 1.416 ഇൻറ്റു 10⁻⁻8 ജൂളാണ് കിട്ടിയത്. 1.4 ഇൻറ്റു എന്ന് എഴുതിയാലും മതി, ഇൻറ്റു 10⁻⁸ ജൂൾ എന്നാണ് കിട്ടിയത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത്? 28. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കപ്പാസിറ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസിന്റെ സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 capacitors are connected as shown in the figure. ഫിഗറിൽ 2 കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാ? 6 മൈക്രോഫാരഡും 4 മൈക്രോഫാരഡും. ഏതൊക്കെയാ? 6ഉം 4ഉം. ഇത് സീരീസ് ആ പാരലൽ? സീരീസ്. രണ്ടും ഒരേ ബ്രാഞ്ചിലല്ലേ? സീരീസ്. എന്നിട്ട് എത്ര ബാറ്ററി? 10 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എങ്ങനെ കാണാം? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം? എടാ സീരീസിൽ 2 ഉണ്ടെങ്കിൽ 2 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ എഫക്റ്റീവ് കാണാൻ ഒരു എളുപ്പമാർഗ്ഗം ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും.
സി എഫക്റ്റീവ് ഈക്വൽ ടു C1 C2 by C1 plus C2. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാണണം 1 by C effective equal to 1 by C1 plus 1 by C2 ആണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 by C effective കിട്ടുക. അപ്പോൾ 1 by C effective കിട്ടിയാൽ തിരിച്ചിടണം, അപ്പോൾ C effective കിട്ടുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് ഇത് ഉപയോഗിക്കാം. C1 C2 by C1 plus C2. C1 എത്ര 6 മൈക്രോ ആണ്, അപ്പോൾ കിട്ടുന്ന ആൻസർ മൈക്രോയിലായിരിക്കും. C2 എത്ര 4 by C1 plus C2 എത്ര 6 plus 4, അപ്പോൾ എത്ര വരിക 6 into 4 എത്ര 24 by 6 plus 4 എത്ര 10, 24 by 10 എത്ര 24 by 10 എത്ര 2.4. 6ഉം 4 ഒക്കെ മൈക്രോയിലാണ്, അപ്പോൾ കിട്ടുന്ന മൈക്രോയിലായിരിക്കും മൈക്രോ ഫാരഡ്. ഇത്ര ആൻസർ 2.4 മൈക്രോ ഫാരഡ്. ഇതിന് 1 മാർക്കാണ്, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്താൽ 1 മാർക്ക്. ഓക്കെ അല്ലേ? ഇതെല്ലാവരും കിട്ടി വിചാരിക്കുന്നു. എത്ര 2.4 മൈക്രോ ഫാരഡ്. ഇനി അടുത്തത് അതിൽ ബി ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിലെ ചാർജ് കാണാൻ. കപ്പാസിറ്റൻസിന്റെ കേസിൽ ചാർജുകൾ പഠിച്ചു Q ഈക്വൽ ടു CV. ഇത് മറക്കരുതോ, കപ്പാസിറ്റർ ബേസിക് പ്രിൻസിപ്പിളായി എഴുതി Q ഈക്വൽ ടു CV. കപ്പാസിറ്റർ ക്വസ്റ്റ്യൻ ചെയ്യാൻ എപ്പോഴും ഇത് വേണ്ടി വരും. ഏത് ടൈപ്പ് കപ്പാസിറ്റർ ആണെങ്കിലും ഇത് വേണ്ടി വരും. ഏതാ? Q ഈക്വൽ ടു CV. ഇനി ഇതിൽ നോക്ക്, നമ്മളോട് ചോദിച്ച് ഓരോന്നിലുള്ള ചാർജാ ചോദിച്ച്. അപ്പൊ ഇതിലെ ചാർജ് നമുക്ക് Q1 എന്ന് കൊടുക്കാം, ഇതിലെ ചാർജ് Q2 എന്ന് കൊടുക്കാം. Q1ഉം Q2 കണ്ടാൽ മതി. എടാ Q ഈക്വൽ ടു CV അല്ലേ, അപ്പൊ അതുകൊണ്ട് Q1 ഈക്വൽ ടു C1V, Q2 ഈക്വൽ ടു C2V എന്ന് എഴുതരുത്. കാരണം സീരീസ് ആണ്. സീരീസിൽ ചാർജ് സെയിം ആണ്, മറക്കരുത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തത്. സീരീസ് കണക്ഷൻ അല്ലേ, സീരീസിൽ ചാർജ് സെയിം ആണ്, അതുകൊണ്ട് വേറെ വേറെ ചാർജ് വരരുത്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ C1Vയും C2Vയും ചെയ്ത് കഴിഞ്ഞാൽ വേറെ വേറെ ചാർജാണ് കിട്ടുക. അങ്ങനെ വരൂല. കറക്റ്റായിട്ട് വേണം. സീരീസിൽ ചാർജ് സെയിം ആണ്, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ചാർജ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ചാർജ് തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. സീരീസിന്റെ പ്രത്യേകത അതാണ്. സീരീസിന്റെ പ്രത്യേകത എന്താ? 2 കപ്പാസിറ്ററും, ഇപ്പോൾ സീരീസിൽ 4 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 4ലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ പാരലല്ലോ വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 ചാർജ് സെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, സീരീസിൽ സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ടോട്ടൽ ചാർജ് ഇല്ലേ, സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ടോട്ടൽ ചാർജ് Q ആണെന്ന് വിചാരിച്ചോ. ആ ടോട്ടൽ ചാർജ് തന്നെ ആയിരിക്കും ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ്. അത് ഓർത്താൽ മതി. എന്താ പറഞ്ഞത്? സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ബാറ്ററിയിൽ നിന്ന് ഇറങ്ങുന്ന ടോട്ടൽ ചാർജ് എത്രയാണോ അതന്നെ ആയിരിക്കും Q1ഉം Q2 ഒക്കെ വരിക. സീരീസിൽ ചാർജ് സെയിം ആണ്, അത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് തന്നെയാണ്. അപ്പൊ ടോട്ടൽ ചാർജ് എങ്ങനെ നിങ്ങൾ കാണുക? Q ഈക്വൽ ടു ടോട്ടൽ ചാർജ് എങ്ങനെ കാണുക? ടോട്ടൽ ചാർജ് നിങ്ങൾ എങ്ങനെയാണ് കാണുക? Q ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ എഴുതുക? C എഫക്റ്റീവ് അല്ലെ, ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻറ്റു V. പൊട്ടൻഷ്യൽ എത്ര, വോൾട്ടേജ് എത്ര 10. C എഫക്റ്റീവ് അല്ലെങ്കിൽ ഇവിടെ V എന്ന് എഴുതാം, ഇൻറ്റു അല്ലെ CV ആണ് നമ്മുടെ ഇക്വേഷൻ. CV ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ്, അതായത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ് V. C എഫക്റ്റീവ് നേരത്തെ നമുക്ക് കണ്ടെത്തി, എത്ര കിട്ടിയത്? 2.4 ഇൻറ്റു വോൾട്ടേജ് എത്രയാ? ടോട്ടൽ വോൾട്ടേജ് 10. 2.4 ഇൻറ്റു 10 എത്രയാ? 24. യൂണിറ്റ് എന്താ? ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, 2.4 മൈക്രോ ഫാരഡ് ആയിരുന്നു, അപ്പൊ കിട്ടുന്നത് മൈക്രോ കൂളോം. ഇതിന് എത്ര മാർക്ക്? ഇതിപ്പോ ടോട്ടൽ ചാർജാണ് കിട്ടിയത്, ഓർത്തു വെക്കുക. ആ ടോട്ടൽ ചാർജ് തന്നെയാണ് ഈ 2 കപ്പാസിറ്ററും സ്റ്റോർ ചെയ്യുക. കാരണം സീരീസിന്റെ പ്രത്യേകത ചാർജ് സെയിം ആണ്. ആ ചാർജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് തന്നെ ആയിരിക്കും. റെഡി അല്ലേ? അപ്പൊ നോക്ക്, Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എത്ര തന്നെയാ? 24 മൈക്രോ കൂളോം. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര തന്നെയാ? 24 മൈക്രോ കൂളോം. അല്ലാതെ വേറെ വേറെ ചാർജ് ചെയ്തരുത്. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കുക. ഇനി C ക്വസ്റ്റ്യൻ എന്താ? എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കാണാം. വോൾട്ടേജ് കാണാന്ന് പറയുമ്പോൾ സീരീസ് അല്ലേ, വോൾട്ടേജ് സെയിം ആ കിട്ടുക, ഡിഫറെൻ്റ് ആ കിട്ടുക. ഇതിലുള്ള വോൾട്ടേജ് ഞാൻ V1 കൊടുക്കുകയാണ്, ഇവിടെയുള്ള വോൾട്ടേജ് V2 ആണ്. എങ്ങനെ കാണാം? C ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോണ്. V എങ്ങനെ കാണാം? നമുക്കറിയാം Q ഈക്വൽ അപ്ലിക്കേഷൻ തന്നെ, Q ഈക്വൽ ടു CV. അപ്പോൾ V ഈക്വൽ എന്തായിരിക്കും? Q/C. അപ്പോൾ V1 എന്തായിരിക്കും? ഇതിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? Q/C1. V2 എന്തായിരിക്കും? Q/C2. അതെന്താ? Q1/C1 Q2/C2 കൊടുക്കാത്ത? ചാർജ് സെയിം ആണ്, സീരീസ് ആണ്. അപ്പോൾ Q/C1 മതി. Q എത്രയാണ്? നേരത്തെ കിട്ടിയില്ല. ചാർജ് എത്ര നമുക്ക് കിട്ടിയത്? 24 കിട്ടിയത്. 24 മൈക്രോ കൂളാ കിട്ടിയത്. ഡിവൈഡർ ബൈ C1 എന്താ? ഇതിലെ കപ്പാസിറ്റൻസ് എത്രയാ? 6 മൈക്രോ ഫാരഡ്. അപ്പോൾ എത്ര വരിക?
24/6 എത്രയാ 4. എടാ ഇവിടെ ശ്രദ്ധിക്കണം, ഈ മൈക്രോ കട്ടാവും കേട്ടോ. അപ്പോൾ യൂണിറ്റ് മൈക്രോ വോൾട്ട് വരില്ല, വോൾട്ട് തന്നെ വരുള്ളൂ. 4 വോൾട്ട് അല്ലാതെ 4 മൈക്രോ വോൾട്ട് എന്ന് എഴുതരുത്. അതുപോലെ Q/C2. അപ്പോൾ ഇവിടെ 4 വോൾട്ട് ആണ്. അപ്പോൾ മറ്റോടത്ത് എത്രയാ Q എത്രയാ 24 മൈക്രോ കൂളോം അല്ലെ. ചാർജ് ഇവിടെയും 24 ആണ്. ബൈ C2 ഇവിടുത്തെ കപ്പാസിറ്റൻസ് എത്രയാ 4 മൈക്രോ ഫാരഡ്. മൈക്രോ ഒക്കെ കട്ടാവും. 24/4 അറിയുമ്പോൾ എത്രയാ 6 അല്ലെ. എന്താ യൂണിറ്റ് വരിക? മൈക്രോ കട്ടായിക്കണം. അപ്പോൾ മൈക്രോ വോൾട്ട് എഴുതരുത്, വോൾട്ട്. റെഡി അല്ലേ? ഇതിനും 1.5 മാർക്ക് വീതം. ഇനി ഇതെങ്ങനെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക? 4ഉം 6ഉം ആഡ് ചെയ്ത് നോക്കാം. 4ഉം 6ഉം ആഡ് ചെയ്ത് എത്ര? 10 വോൾട്ട്. 4 വോൾട്ട് പ്ലസ് 6 വോൾട്ട് എത്ര? 10 വോൾട്ട്. കണ്ടോ ഇവിടെ ടോട്ടൽ വോൾട്ടേജ് എത്ര തന്നെയാണ്? 10 തന്നെയാണ്. ക്ലിയർ അല്ലേ? മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് ആൻസർ. ഇനി ഡി ക്വസ്റ്റ്യൻ എന്താ നോക്ക്. If 6 microfarad and 4 microfarad are connected in parallel, then what is effective capacitance? അതായത് ഇത് രണ്ടും ഇപ്പോൾ സീരീസ് ആയിട്ടല്ല കണക്ട് ചെയ്ത്, അതിന് പറയുന്നത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ എഫക്റ്റീവ്? സിമ്പിളാടാ. എന്താ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി എഫക്റ്റീവ്, അല്ലെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് സി ഇക്വലന്റ് എന്ന് പറയുന്നത് C1 + C2 അല്ലേ. പാരലൽ ആണെങ്കിൽ രണ്ടും നേരിട്ട് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താ വരിക? C1 എത്രയാ 6, C2 എത്രയാ 4, 6 + 4 എത്രയാ 10 മൈക്രോഫാരഡ്. 10 മൈക്രോഫാരഡ്. കാരണം 6 മൈക്രോ ആണ്, 4 മൈക്രോ ആണ്. അപ്പോൾ 10 മൈക്രോഫാരഡ്. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 × മൈക്രോക്ക് വരാൻ 10⁻⁻6 കൊടുക്കാം. 10 × 10⁻⁻6 ഫാരഡ്. ഒക്കെ ഇതാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, നല്ല ഐഡിയ വേണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സീരീസ് ആണെങ്കിൽ ചാർജ് സെയിം ആയിരിക്കും, പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ വേണം. റെഡി അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിൻ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫിസിക്സ് നോക്കുമ്പോൾ ഏകദേശം ഭയങ്കര ടഫായുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു ആവറേജ് ക്വസ്റ്റ്യൻസാണ്. ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കറക്റ്റായിട്ട് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈസി പേപ്പറാണ്. പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ച ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസൊക്കെ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കി വന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സീരിയസ്നെസ്സോട് കൂടി എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. റെഡിയാണല്ലോ? പിന്നെ മാത്രമല്ല, കഴിഞ്ഞ വർഷം +2 എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത് അതേ പാറ്റേണിലാണ് ഇത്ര 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഇത്ര 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഇത്ര 4 മാർക്ക് ക്വസ്റ്റ്യൻ, ഇത്ര അതേ പാറ്റേണിലാണ് ആക്ച്വലി ഈ നമ്മുടെ ഫിൻ ടെസ്റ്റിൻ്റെ പേപ്പറും സെറ്റാക്കിയിട്ടുള്ളത്. അതായത് ഫിസിക്സിലെ പേപ്പറും സെറ്റാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ +2 ഫിസിക്സ് എങ്ങനെയാണോ അതേ പാറ്റേണിലാണ്. റെഡിയാണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക, അത് കറക്റ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന എക്സാമിന് അങ്ങനത്തെ തെറ്റുകൾ ഉണ്ടാവരുത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിനു വേണ്ടിയാണ്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് സോൾവ് ചെയ്യുക, ഫ്രീ ആകുന്ന ടൈമിൽ സോൾവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ തെറ്റുകൾ എവിടേക്കാണ് വന്നിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരു എക്സാം വരുമ്പോൾ തെറ്റിച്ച അതേ തെറ്റുകൾ ഇനി വീണ്ടും വരരുത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ക്വസ്റ്റ്യൻസ് ഇനി വീണ്ടും എക്സാമിന് വരികയാണെങ്കിൽ തെറ്റിക്കരുത്, അത് ഉറപ്പുവരുത്തുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക കേട്ടോ. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി നിങ്ങളുടെ സ്കൂളിൽ നടക്കാൻ പോകുന്ന എക്സാമിലൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.